കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പണം തരാതിരിക്കുമ്പോഴും നമ്മൾ പരമാവധി ഇതെല്ലാം മാനേജ് ചെയ്ത് പോവുക. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ KSRTC ബസ് പോലുള്ള ബസ് ഉണ്ടോ? ഇല്ല, നിർത്തിക്കളഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആളെ എടുക്കുന്നുണ്ടോ? ഇപ്പൊ PSCക്കെതിരെ വലിയ വർത്തമാനം പറയാണല്ലോ. PSC നിയമനം ഉണ്ടോ? കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടുത്തെ സ്കൂളുകൾ പകുതി സ്കൂൾ അടച്ചുകൂട്ടാൻ പോകുന്നു പറഞ്ഞു. മുഖ്യമന്ത്രി കോൺഗ്രസ്സാ. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് വലിയ തോതിൽ പണം വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെന്റ്, അതുകൊണ്ട് ഞങ്ങൾ ശമ്പളം 30% കുറച്ചു. ഹിമാചൽ പ്രദേശ്. തൊട്ടപ്പുറം കർണാടകത്തിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളെക്കാളും സമ്പന്നമായ സ്റ്റേറ്റാണ്. നമ്മളിവിടെ ഒന്നും അതൊന്നും അല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അപ്പം ഇവര് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വലിയൊരു പുകവറ സൃഷ്ടിക്കുക, എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആധികാരികമായ ചർച്ചകളും പഠനങ്ങളും വേണ്ട ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം പല കാര്യങ്ങളും വേണ്ടത്ര കൃത്യമായി നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. ഭാഗികമായ സത്യങ്ങളാണ് പലപ്പോഴും വരിക. നല്ലതുപോലെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അവതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തരത്തിലുള്ള മാധ്യമങ്ങളാണ് വരുന്നത്. ഇവിടെ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റും ഭാവി കേരളവും എന്നാണെങ്കിലും പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അവരുടെ സമീപനം ബഡ്ജറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവർ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ്റിനെ പറ്റി വിലയിരുത്തുന്നതിന് ഒരു ധവളപത്രം കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ധവളപത്രം കൂടി ചേർത്തുകൊണ്ട് ബഡ്ജറ്റും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടും എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. 10 വർഷം അധികാരത്തിൽ നിന്ന ഗവൺമെൻറ്റിനെ പറ്റി നിരന്തരമായി UDF നേതൃത്വം എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം കടക്കണിയിൽ മുങ്ങിയിരിക്കുകയാണ്, കടമാണ്, ആകെ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഫലത്തിൽ ഏതെങ്കിലും മേഖലയിൽ വ്യാപകമായ സാമ്പത്തിക ദുരിതത്തിൻ്റെതായ അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ പണം കിട്ടാനില്ല. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, സാമൂഹ്യക്ഷേമ പെൻഷന്, കൃഷിക്കാർക്ക്, പൊതുവികസന കാര്യങ്ങൾക്ക് സാമൂഹ്യക്ഷേമവും കരുതലും അതുപോലെ വികസന കാര്യങ്ങളുമാണല്ലോ എപ്പോഴും ഗവൺമെൻറ് ചുമതല. അപ്പോൾ വികസന കാര്യത്തിന് മംഗലാപുരത്ത് മുതൽ അങ്ങ് പാറശാല വരെ പോയാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസനങ്ങളെ പറ്റിയും ഞാൻ പറയണ്ട, നല്ലതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നും ഒരു കാര്യം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെറിയ ഒരു ബാധ്യതയുണ്ട്, ഒരു ബാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ ജീവനക്കാർക്കും സർക്കാർ പെൻഷൻകാർക്കും കൊടുക്കാനുള്ള DAയും DRൻ്റെയും കുടിശ്ശികയാണ്. അതൊരു കാലത്തും പറയാതിരുന്നിട്ടില്ല, എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൊടുക്കും. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശമ്പള പരിഷ്കരണത്തിനൊപ്പമാണ് ഏകദേശം 30,000-ഓളം കോടി രൂപ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നതല്ല, ഞങ്ങൾ ചുമതല ഏറ്റെടുത്ത സമയത്ത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്തെ ബാധ്യത തൊട്ടടുത്ത് PF ചേർക്കുകയും പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പതിവ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമല്ലാതെ ഒരു കുടിശ്ശികയും ഇല്ല എന്ന് ആവർത്തിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ധവളപത്രം വന്നു. ധവളപത്രത്തിനകത്ത് ഇവർ നേരത്തെ പറഞ്ഞിരുന്നതെന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ധവളപത്രത്തിൽ വന്നത്. കുറച്ചുകൂടി ഗവൺമെൻറ്റിന് LDF ഗവൺമെൻറ് പോസിറ്റീവായ കാര്യങ്ങളാണ്. ഞാൻ എല്ലാ കാര്യവും എടുത്തു പറയുന്നില്ല. ധവളപത്രം തയ്യാറാക്കിയത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ. അദ്ദേഹം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ ആഗോളവൽക്കരണ നയങ്ങളോടൊക്കെ ചേർന്നാണ്. പക്ഷേ ഉദ്യോഗസ്ഥൻ നിലയിൽ വളരെ സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 മറ്റ് സാമ്പത്തിക രംഗത്തെ ആളുകളുണ്ടായിരുന്നു. ഇവർ കൊണ്ടുവന്ന ധവളപത്രത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് കേരളത്തിൻ്റെ കടത്തെ പറ്റിയാണ്. നേരത്തെ എന്തായിരുന്നു VD സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, UDF പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ചില സാമ്പത്തിക പണ്ഡിതരും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടമെന്ന്. ഇവരുടെ റിപ്പോർട്ട് വന്നപ്പം അത് 5,07,000 കോടിയാണ്. ഒന്ന് കുറഞ്ഞെന്നല്ല, 1 ലക്ഷം കോടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 5,07,000 എന്നാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ 5,07,000 അധികമാണ്. കാരണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ പഴയ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബോറോയും കൂടി ചേർത്താണ് 5,07,000. സത്യത്തിൽ AGയുടെ പ്രാഥമിക കണക്കനുസരിച്ച് നമുക്ക് 4,80,000 താഴെയുള്ളൂ കടം. അപ്പം കടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സ്ഥിതി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? ഞാനിത് പറയുമ്പോൾ എനിക്ക് ഈ കടമാണെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മുൻ DMO, ഇപ്പോഴും ആരോഗ്യവകുപ്പിൽ തന്നെയാണ്, അല്ല നിങ്ങളീ പറയുന്നല്ലോ, നിങ്ങൾ ആ ഗവൺമെൻറ്റും പറയുന്നു ഇവരും പറയുന്നു, യഥാർത്ഥത്തിൽ കേരളം കടം കയറി കുഴപ്പത്തിലാണോ? എന്താ അതിൻ്റെ വസ്തുത? നിങ്ങൾ ഇതേ വെച്ച് അസംബ്ലി പറയുന്ന പോലെയല്ലേ, സത്യസന്ധമായി പറ എന്നോ. അപ്പോൾ ഒരു DMO ആയിട്ട് ഇപ്പം സംസ്ഥാനത്തെ വേണമെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ ആവാൻ അത്ര സീനിയറായ ഒരാളുടെ മനസ്സിൽ പോലും ഇരിക്കുന്നൊരു ധാരണയാണ്. അപ്പോൾ പിന്നെ സാധാരണ ആളുകളുടെ മനസ്സെന്തായിരിക്കും? അപ്പോൾ ഈ കണക്കൊന്നും ആരും നോക്കുന്നില്ലല്ലോ. പ്രസംഗം ഇങ്ങനെ പറയുന്നതല്ലേ ആളുകൾ കേൾക്കുന്നുള്ളൂ.
യഥാർത്ഥത്തിൽ 6 ലക്ഷം കോടി കടമാകാമായിരുന്നു. ഇപ്പം ഡോക്ടർ മേരി ജോർജ് ഉണ്ട്, നമ്മുടെ അവർ റിട്ടയർഡ് പ്രൊഫസറാണ്. അവരാണ് സാധാരണ UDF വേണ്ടി പാണ്ഡിത്യം പറയാൻ വരുന്നത്. അവരെപ്പോഴും 6 ലക്ഷം കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 25, 30, 40 വർഷത്തെ കണക്കുകൾ നിങ്ങൾ നോക്കിയാൽ ഓരോ സർക്കാരിൻ്റെ 5 വർഷം നോക്കുമ്പോൾ കടം വർദ്ധിച്ചിട്ടുള്ളത് ഒന്നുകിൽ 90% അല്ലെങ്കിൽ 100%, 102% വരെ വർദ്ധിച്ച സമയമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് 6 ലക്ഷം ആവണം കോടി. ഞാൻ കണക്ക് നോക്കി, കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞാലും ഇത് ആളുകളെപ്പോഴും അതുപോലെ തന്നെ ശ്രദ്ധിക്കണമെന്നില്ല. VS ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം, ആ ഗവൺമെൻറ് കഴിഞ്ഞപ്പോൾ 2011 80,000 കോടിക്കടുത്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആ കടം. 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചു കഴിഞ്ഞപ്പം അത് 1,56,000 കോടിയായി. ഏകദേശം ഇരട്ടിക്കടത്തോ 90% ആണല്ലോ. 80,000 എന്നുള്ള 1,60,000 ആകുമ്പോൾ 100% ഇരട്ടിയായി. 1,56,000 ആയിരുന്നു. 1,56,000 കോടിയിൽ നിന്ന് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായ 1ാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 1,56,000 ആയിരുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ കാലം അവസാനിച്ചപ്പം 2,96,000 ആയി. ആ ഗവൺമെൻറ്റിന് ചില പരിമിതികളുണ്ടായിരുന്നു, കോവിഡും പ്രളയമൊക്കെ വന്ന അപ്പോഴാണ്. അപ്പം GSDPയുടെ കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 5% വരെ കടമെടുക്കാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് കടം കൂടുതൽ എടുക്കേണ്ടി വന്നു. ഈ കോവിഡ് ആയതുകൊണ്ടാണ്, സാമ്പത്തിക തകർച്ച ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് പോലും 2,96,000 എന്ന നിലയിലെത്തി. എന്ന് പറഞ്ഞാൽ 92% വർദ്ധിച്ചു. ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ 2,96,000 5 വർഷം കഴിയുമ്പോൾ എത്ര ആവണം? അതിൻ്റെ ഇരട്ടി ആവണ്ടേ? 5,80,000 ആവണ്ടേ? 5,84,000 ആവണ്ടേ? ഇത് പ്രതീക്ഷിച്ചാണ് ഇവർ 6 ലക്ഷം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ 5 വർഷം പൂർത്തിയായിരിക്കുമ്പോൾ പ്രാഥമിക കണക്കനുസരിച്ച് 4,80,000 കോടിയേ ഉള്ളൂ. ഈ വർഷം അവസാനിക്കുന്ന കണക്കാണ് ഇവരുടെ ധവളപത്രത്തിൽ വന്നേക്കുന്നത്. ഒരു 6ാം വർഷം, അപ്പോഴാണ് 5,07,000. അപ്പം തന്നെ കടം വല്ലാത്ത കടമല്ല എന്നുള്ളത് വന്നു. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന നിങ്ങൾക്ക് കടമെടുക്കാവുന്നൊരു പരമാവധി തുകയുണ്ട് ശതമാനം. കേരളത്തിൻ്റെ ആ കടം ഓരോ വർഷം എടുക്കാവുന്ന നമ്മുടെ മുഴുവൻ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം 14 ലക്ഷം കോടി മറ്റോ ഇപ്പോൾ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിൻ്റെ 3.5% എടുക്കുക. ഇപ്പോൾ ആകെ കടം കേരളത്തിൻ്റെ GSDPയുടെ 33% ആവാവുള്ളൂ. കേരളത്തിന് എത്ര ഉണ്ട്? ഈ പറഞ്ഞ കണക്കനുസരിച്ച് 33.6%. ഇന്ത്യ ഗവൺമെൻറ്റിന് 54% ഉണ്ട് കേട്ടോ. ഇന്ത്യ ഗവൺമെൻറ്റിന് 33 ആവാവുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിന് 54% ഉണ്ട്. അപ്പോൾ കടത്തിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടില്ല. പിന്നെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനം? അതൊരു പുകമറ ഉണ്ടാക്കാനാണ്. ഈ കടത്തിനകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്. കടത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് പബ്ലിക് ഡെറ്റ്, സർക്കാർ നേരിട്ടെടുത്തേക്കുന്ന കടമുണ്ട്. പിന്നെ ഈ സർക്കാരിൻ്റെ ബാധ്യതയുണ്ട്. ഇപ്പോൾ ട്രഷറിയിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് കിടക്കുന്നു. റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ട്രഷറി കിടക്കുന്ന പണം സർക്കാരിന് കൊടുക്കേണ്ട ബാധ്യതയുള്ളതാണ്. പക്ഷേ അത് കടമെടുത്തതല്ല. കടമെടുത്തത് ഏകദേശം 3.5 ലക്ഷം കോടിയുടെ അടുത്തേ ഉള്ളൂ. ബാക്കി 3,47,000 കോടി മാത്രമേ ഉള്ളൂ സർക്കാർ എടുത്തേക്കുന്ന കടം. ബാക്കി മുഴുവൻ ട്രഷറി കിടക്കുന്നതും ഈ സ്റ്റേറ്റ് ഇൻഷുറൻസിൽ ചേർന്നു അങ്ങനെയൊക്കെയുള്ള കുറേ പണം വരുമല്ലോ, സർക്കാരിൻ്റെ കൈ കിടക്കുന്നൊരു സർക്കാരിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലയബിലിറ്റി. ഞാൻ കടത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്തായാലും ഇവർ കൊണ്ടുവന്ന കടത്തിൻ്റെ കണക്കനുസരിച്ച് കടം വർദ്ധിച്ചിട്ടില്ല, 5 ലക്ഷം കോടിയുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കുകളിൽ ഏറ്റവും അധികം കടമുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ആ 10-28 സംസ്ഥാനങ്ങളുടെ കണക്കെടുന്നതിനകത്ത് നമ്മളെക്കാളും അധികം 10-18 സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കടമുള്ളതാണ്. അപ്പോൾ ആ തരത്തിലും കടത്തിൻ്റെ കാര്യമില്ല. കടം ഞാൻ പറയുന്നത് കടമാണെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെന്താ നോക്കാവുന്ന കാര്യം? സംസ്ഥാനത്തിൻ്റെ വേറൊരു കാര്യം കൂടി ഇവർ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 5,07,000 കോടി രൂപ ആണ് ആകെ കടം. 48,000 രൂപ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈ കണക്ക് പറയുന്നത് ഒട്ടും നല്ല സമയമായിട്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് AC ഹാളിൽ. എന്നാലും മറുപടി ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, പറയേണ്ടി വന്നതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എപ്പോഴും VD സതീശൻ മതി, നിങ്ങൾ 1 ലക്ഷം കോടി രൂപ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും അവരുടെ DA കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും കൊടുക്കാനില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. വലിയ വാചാലമായി സംസാരിക്കുന്ന ആളാണല്ലോ സതീശൻ. ഇതുകൂടാതെ മരുന്നിന് കൊടുക്കാനും മറ്റതിന് കൊടുക്കാനൊക്കെ 25,000 കോടി ഇല്ലേ? 1.25 ലക്ഷം കോടി ഉണ്ടെന്ന് സഭയെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷാൽ KM ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ പരിശോധിച്ചപ്പം ആകെ 48,000 കോടിയേ ഉള്ളൂ. അവർ കണക്ക് കൂട്ടിയെടുത്തിട്ട് 48,000 ഉള്ളൂ. 3-1. ഈ കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള ഞാൻ പറഞ്ഞത്. 48,000 കോടിയേ ഉള്ളൂ. അതിൽ നമ്മൾ പറഞ്ഞ 35,000-ഓളം കോടി DA/DR കുടിശ്ശികയുണ്ട്. ബാക്കി എന്തുവാ? ബിൽ ഡിസ്കൗണ്ടിങ്, മരുന്നിന് 3 മാസം കഴിഞ്ഞ് കൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സാധാരണ കൊടുക്കുന്നത്? അപ്പോൾ കടത്തിൻ്റെ ആ വലിയ ഭീമാകാരമായ തുകയുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് അടിസ്ഥാനമില്ല. രണ്ടാമതൊരു സംസ്ഥാനം, നമ്മുടെ സംസ്ഥാനമാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ പറ്റി നമുക്ക് നല്ല ധാരണ വേണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ട് വല്ലാത്ത തകർച്ചയാണോ? ഞാനൊരു കാര്യം പറയാം. കോവിഡ് കഴിഞ്ഞ 3 വർഷക്കാലം നമ്മൾ ഖജനാവ് അടച്ചു പൂട്ടും. ഇപ്പം MLA-മാരായിരുന്നവരൊക്കെ ഖജനാവ് അടച്ചു പൂട്ടുമെന്ന് നമ്മൾ ഭയന്ന സമയമാണ്. കാര്യം അത്രയ്ക്ക് വരുമാനം കുറഞ്ഞു.
കേന്ദ്രം കുറെ പണം വെട്ടിക്കുറച്ചു. അപ്പം അത് ആ 3 വർഷം അതിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ധനകാര്യമന്ത്രിയായ ഒന്നാമത്തെ വർഷം നമ്മൾ ചെലവാക്കിയത് 1,63,000 കോടിയാണ്. രണ്ടാമത്തെ വർഷം 1,60,000 കോടി ചെലവാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ വർഷം 1,60,000. ഇതിനകത്ത് 10,000 കോടിയുടെ വ്യത്യാസമായി. 3,60,000 കോടി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് 3 വർഷം ഒരേ ചെലവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? സ്റ്റാഗ്നേഷൻ എന്നാ അല്ലേ? പണപ്പെരുപ്പം അനുസരിച്ച് തന്നെ കൂടണ്ടേ? ബഡ്ജറ്റ് രേഖകളുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. എന്താ കാര്യം? നമ്മുടെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള സത്യം. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് തന്നുകൊണ്ടിരുന്ന പണം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 12,000 കോടി ഈ GST നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ടാക്സിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് വന്നു. നമുക്ക് അതിന് കിട്ടിക്കൊണ്ടിരുന്ന കോമ്പൻസേഷൻ ആ 2022 മുതൽ ഇല്ലാതായി. 12,000 കോടി കുറഞ്ഞു. സെൻട്രിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സിൻ്റെ വിഹിതം കുറഞ്ഞു. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 8,000 കോടിയോളം കുറഞ്ഞു. കടമെടുക്കുന്ന കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടം മൊത്തം സംസ്ഥാനത്തിൻ്റെ കടത്തിനകത്ത് പെടുത്തിയത്. നേരത്തെ അത് സംസ്ഥാനത്തിൻ്റെ കടത്തിനകത്ത് പെടുത്തില്ലായിരുന്നു. പ്രത്യേകമായിട്ട് കമ്പനിയുടെ കടമായിട്ട് വെച്ചിരുന്നു. അതും കുറഞ്ഞു. ഇതെല്ലാം കൂടെ കുറഞ്ഞു വന്നപ്പോൾ നമുക്ക് ചിലവാക്കാൻ പണമില്ല. പിന്നെ നമ്മളെങ്ങനെ പിടിച്ചു തന്നെ? നമ്മുടെ വരുമാനം വർദ്ധിച്ചു. നമുക്ക് 47,000 കോടിയും പിന്നെ നോൺ ടാക്സ് എന്ന് പറയും, പിന്നെ നികുതി നിരമായിട്ട് 54,000 കോടി കിട്ടിയിരുന്നത് 1,00,000 കോടിയായിട്ട് ഇപ്പോൾ ഈ വർഷം 1,04,000 കോടിയായിട്ട് ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട്. അത്രയും വർദ്ധിച്ചു വന്നതാണ് നമ്മൾ പിടിച്ചിരിക്കാൻ കാരണം. ആദ്യത്തെ 3 വർഷം 1,60,000 കോടി മാത്രം ചെലവാക്കാൻ കഴിഞ്ഞ് നമ്മൾ 4ാമത്തെ വർഷം 1,73,000 കോടി ചെലവാക്കി. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ചെറിയൊരു ടേക്ക് ഓഫ് ആണ്, നമ്മൾ മുന്നോട്ട് പോകണം. 5ാം വർഷം നമ്മുടെ ഗവൺമെന്റിന്റെ 5ാം വർഷം 1,93,000 കോടി ചെലവാക്കി. ആയിരക്കണക്കിന് കോടിയാണ്. ഇപ്പോൾ ധവളപത്രത്തിൽ ഇവർ പറഞ്ഞെന്താ? നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പണം കൂട്ടി വെച്ചിരിക്കുകയാണ്. 2,39,000 കോടിയുടെ ബഡ്ജറ്റായിരുന്നു ഞാൻ അവതരിപ്പിച്ചത്. അതിനകത്ത് കേന്ദ്രം തരുന്ന ചില പൈസ പ്രതീക്ഷിച്ച് പക്ഷേ തരുന്നില്ല. 20,000 കോടി നമ്മൾ പ്രതീക്ഷിച്ചത് തരുന്നില്ല എന്ന് പറഞ്ഞൊരു കണക്ക് പറഞ്ഞായിരുന്നു അവർ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നൊരു ഗ്രാൻഡ് ഉണ്ട്, അത് പ്രാവശ്യം തരുന്നില്ല. എന്നിട്ടെല്ലാം വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പരിശോധന നടക്കുമ്പോൾ എല്ലാം വെട്ടിക്കുറച്ചിട്ട് കേരളത്തിന് ആക്ച്വൽ ബഡ്ജറ്റ് 2,27,000 ചില്ലുവാനം കോടിയേ ഉള്ളൂ എന്നൊരു കണക്കുകൾ വെച്ചു. 2,27,756 കോടി രൂപയാണ് ഇപ്പോൾ അവർ അംഗീകരിച്ച ബഡ്ജറ്റ്. ഇത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ്. ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് 1,97,000 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ ചിലവാക്കിയത് 1,93,000 കോടിയാണ്. 1,97,000 കോടിയിൽ നിന്നും 2,27,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര? 30,000 കോടിയുടെ വർധനയല്ലേ? ആണോ? 30,000 കോടിയുടെ വർധനയല്ലേ? എന്ന് പറഞ്ഞാൽ 15% വർദ്ധിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% താഴെ ഉള്ളൂ. 7% ഉള്ളൂ. അപ്പോൾ ഇവർ കൊണ്ടുവന്ന പണ്ഡിതന്മാര്, ധവളപത്ര പണ്ഡിതന്മാര് കണക്കാക്കിയ എല്ലാ പിടുത്തം കഴിഞ്ഞിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ സാമ്പത്തിക രംഗത്തെ വളർച്ച കാരണം 15% എന്ന് പറഞ്ഞാൽ 30,000 കോടിയും കൂടി അധികം ബഡ്ജറ്റ് വെക്കാമെന്ന ഇപ്പോൾ സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ജമ്പ് സാധാരണ ഉണ്ടായിട്ടില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം 16ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് കണക്ക് അവതരിപ്പിച്ച് അവർ അംഗീകരിച്ച 10,000 കോടി നമ്മുടെ വാർഷിക വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയാണ് ഈ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് അടുത്ത വർഷം 1,15,000 20,000 രൂപ സാധാരണ കിട്ടത്തില്ല. ആ വർധനേക്കാളും വലിയ വർധനയാണ്. അപ്പോൾ ഈ 2-3 കാര്യം, കടം വർദ്ധിച്ചിട്ടില്ല, വരുമാനം വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു ഈ 54,000 കോടിയിൽ നിന്നും 1,04,000 കോടിയായിട്ട് നമ്മുടെ വരുമാനം വർദ്ധിച്ചു. നമ്മൾ അടുത്ത വർഷത്തേക്ക് ആക്ച്വൽ ഈ 3 വർഷമായിട്ട് ഇടയ്ക്കങ്ങ് താഴെ പോയതാണ്. അന്ന് ഖജനാവ് കൂട്ടിപ്പോയില്ലെന്നേ ഉള്ളൂ. ഈ 3 വർഷക്കാലം എന്നോട് ഇത്രയും കൺസർവേറ്റീവ് ആവാന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാത്ത MLA-മാരില്ല, ആളുകളില്ല. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഇത് 3 വർഷക്കാലം ഒരേ തുകയുള്ളൂ, വേറെ തുകയില്ല. പക്ഷെ 4ാം വർഷവും 5ാം വർഷവും നമ്മൾ കൂടുതൽ കൊടുത്തു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കറിയാം ഇതിനേക്കാളും നന്നായി പോകാൻ പറ്റും. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട് വന്ന കാലത്ത് ഇവർ പറയുന്ന ധവളപത്രത്തിനകത്ത് അടിസ്ഥാനമില്ല. ഞാനിത് പറഞ്ഞത് ധവളപത്രത്തിന്റെ ഭാഗമായി വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ധവളപത്രം എന്തിനാണ് ഇങ്ങനെ അവതരിപ്പിച്ചത്? ധവളപത്രം അവതരിപ്പിച്ചതിന് ഉദ്ദേശമുണ്ട്. ധവളപത്രത്തിന്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തുമായി പറഞ്ഞേക്കുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണപരമായ സ്വഭാവത്തിൽ മാറ്റം അവർ പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ കാര്യം, വൈദ്യുതി സ്വകാര്യവൽക്കരിക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 10-15 പേജിനകത്തുണ്ട്. വൈദ്യുതി സ്വകാര്യവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ വൈദ്യുതി ബോർഡ് അടക്കമുള്ളത് സ്വകാര്യവൽക്കരിക്കണം എന്നാണ്. രണ്ടാമത് അവർ പറഞ്ഞു, നിങ്ങൾക്ക് കടലുണ്ട്, കായലുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അത് ഒരു കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. ധവളപത്രത്തിൽ പറഞ്ഞ ബഡ്ജറ്റ് ബാക്കി പറഞ്ഞു വേറെ, കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് കേരളത്തെ ഒരു സിവിൽ ഏവിയേഷൻ
എന്നാൽ വിമാനത്താവളങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആക്കുമെന്ന് പറഞ്ഞു. നാലാമത്തെ പറഞ്ഞത് കേരളത്തിൻ്റെ അതിസമ്പന്നമായ ധാതു വിഭവങ്ങൾ, പ്രത്യേകിച്ച് കരിമണൽ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 4 കാര്യങ്ങൾ. അതിനൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യം ഇത്ര ഇല്ലെന്നും അവരുടെ നമ്പർ കുറയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ കൂടി ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യം പറഞ്ഞതാ ധവളപത്രത്തിൽ. ഈ ധവളപത്രത്തിൻ്റെ അർത്ഥം എന്താ? ഈ ധവളപത്രത്തിൻ്റെ അർത്ഥം കേരളത്തിനകത്ത് നിലവിലുള്ള സമ്പ്രദായങ്ങൾ മാറ്റണമെന്ന് തന്നെയാണ്. അതിനകത്ത് ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പിന്നീട് ബഡ്ജറ്റിൽ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാനപരമായി അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് സാമ്പത്തിക രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് ശരാശരി ഒരു വർഷം ചെലവാക്കിയതിനേക്കാളും നല്ല വർധനയുണ്ട് ഒന്നാം പിണറായി സർക്കാർ. ഒരു വർഷം 1,17,000 കോടി വെച്ച് നമ്മൾ അന്നത്തെ സർക്കാർ ചെലവാക്കി. ഒരു വർഷം 1,17,000. രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തെ 3 വർഷം ഈ പിടുത്തം ഉണ്ടായിട്ടും നമ്മൾ 1,70,000 കോടിയാണ് ശരാശരി ഒരു വർഷം ചെലവാക്കിയത്. പണം ചെലവ് കുറയ്ക്കുകയല്ല ചെയ്ത് മുന്നോട്ടാണ് വന്നത്. ഇനിയത്തെ കണക്കനുസരിച്ച്, എൻ്റെ ഒരു കണക്കനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണ് ധനകാര്യ രംഗം പോകുന്നതെങ്കിൽ ഇപ്പോൾ 1,93,000 നിന്നും 3 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ വാർഷിക ചെലവ് 5 വർഷം കൊണ്ടെത്തും. അപ്പം അങ്ങനെ ഒരു ഗ്രോത്തിൻ്റെ വളർച്ചയുടെ പാതയല്ല ഇത്. വെറുതെ വളർച്ചയുടെ പാത പറഞ്ഞതല്ല. 1,70,000 കോടി ചെലവാക്കിയെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഞാനിവിടെ കാസർഗോഡ് കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് കുറേ പരിപാടിക്ക് വന്നപ്പം ഏതെങ്കിലും റോഡ് BMBC ഇല്ലാത്ത വലിയ റോഡില്ലാത്തതുണ്ടോ? അപൂർവമായിട്ട് വേണമെങ്കിൽ എടുത്ത് 1-2 കാണുമായിരിക്കും. പക്ഷെ പൊതുവിൽ നോക്കി അങ്ങ് കിഴക്കൻ മേഖലയിലെ പടിഞ്ഞാറൻ മേഖല ഏത് സ്ഥലത്താണ്? NH ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. NHന്റെ പണി പൂർത്തിയാകാറുണ്ട്. 6,000 കോടി 5,800 ചില്ലാനം കോടി നമ്മൾ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഈ നാഷണൽ ഹൈവേ പൂർത്തിയായത്. കാരണം വേറൊരു സ്റ്റേറ്റിന് അത് കൊടുക്കണ്ട, നമ്മൾ മാത്രമേ കൊടുത്തുള്ളൂ. അത് നമ്മുടെ കടപരിധിപ്പെടുത്തരുതെന്ന് പോയി പലതവണ റിക്വസ്റ്റ് ചെയ്തു, അതുപോലെ സമ്മതിച്ചില്ല. ഈ റോഡ് വിഴിഞ്ഞം തുറമുഖം ഇന്നിപ്പോൾ വലിയ വിവാദമാണല്ലോ. ആ വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ്. അതിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്കറിയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പം കാസർഗോഡ് തീരത്തിൻ്റെയോ കൊല്ലം തീരത്തിൻ്റെയോ ആലപ്പുഴ എറണാകുളം കൊച്ചി തീരത്തിൻ്റെ പ്രത്യേകതയല്ല വിഴിഞ്ഞത്തിനുള്ളൂ. വിഴിഞ്ഞത്ത് അന്തർദേശീയ ചരക്ക് ഗതാഗത പാതയിൽ നിന്നും 10 കിലോമീറ്ററേ ഉള്ളൂ തുറമുഖത്തിൻ്റെ ദൂരം. അവിടെ ഏറ്റവും ആഴം നാച്ചുറലായി ആഴമുള്ള സ്ഥലമാണ്. സൈഡിൽ പാറക്കെട്ടുകളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഡ്രഡ്ജ് ചെയ്യേണ്ട ലോകത്തെ ഏറ്റവും വലിയ കപ്പലെടുക്കാവുന്ന തുറമുഖമാണ്. ആ തുറമുഖം നിർമ്മാണം തുടങ്ങി പൂർത്തീകരിച്ചത് ഈ സർക്കാരാണ്. ആദ്യമേയൊക്കെ അഗ്രിമെൻ്റൊക്കെ വെച്ചിരുന്നു. പണ്ട് നായനാരുടെ കാലത്ത് തുടങ്ങിയതാണ്. VSന്റെ കാലത്ത് കുറേ ടെൻഡർ ചെയ്തു. അതിനുശേഷം ഉമ്മൻചാണ്ടി സമയത്ത് കരാർ വെച്ചു. ഒന്നാമത് ഗവൺമെൻറ് സമയത്ത് തുടങ്ങിയെങ്കിലും കോവിഡ് കാരണം മുന്നോട്ട് പോയില്ല. അതിൻ്റെ 90% എക്സ്പെൻഡിച്ചർ നടത്തിയത് ഈ രണ്ടാം പിണറായി സർക്കാരാണ്. ഒരൊറ്റ രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരൊറ്റ രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അതിനായിട്ട് ഏതെങ്കിലും തരത്തിൽ വന്നില്ല. അവസാനം കുറച്ച് കടം ആയിട്ട് കുറച്ച് പണം തന്നല്ല, ഒരു പണം കിട്ടിയിട്ടില്ല. വേൾഡ് ബാങ്കിൻ്റെയോ വേറെയോ കിഫ്ബിയോ ഒന്നും നമ്മൾ ലോൺ എടുത്തിട്ടില്ല. ഈ പിടിച്ച് ധനകാര്യ വകുപ്പിൻ്റെ മറ്റു സോഴ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ആകെ 8,000 കോടി രൂപ ചെലവായതിൽ 5,000 ചില്ലാനം കോടി, ഏകദേശം 3/2 ഭാഗവും സംസ്ഥാന ഗവൺമെൻറ് ചെലവാക്കിയതാണ്. ആ ചെലവാക്കിയിട്ടാണ് ആ തുറമുഖം റെക്കോർഡ് സമയത്തിനകത്ത് വന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ്. ഏറ്റവും കൂടുതൽ ഈ പണം അതിന് മാറ്റിവെക്കാതിരുന്നില്ല നമ്മൾ. ആ തുറമുഖം വന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ഉള്ള ചെലവിനിടയില്ല അത് കേരളത്തിൽ വന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും നോക്കിയാൽ റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആശുപത്രി സംബന്ധിച്ചുള്ള പരാതികൾ ഇപ്പോൾ ഉണ്ടോ? ഇനിയും പരാതികൾ ചെറുത് കാണും. പക്ഷേ ഇപ്പോൾ അതേ സ്ഥിതിയാണോ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ? കേരളത്തിൽ 10 മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഉമ്മൻചാണ്ടി. പക്ഷേ 10 മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി, ഉദ്ഘാടനമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടാണ് വിമാനം ഉദ്ഘാടനം ചെയ്തതായിട്ടെന്ന് ഞാനൊരു വെറുതെ പറയുന്ന കാര്യമല്ല. ഹെലികോപ്റ്റർ അല്ല, ചെറിയ എന്തോ സെസ്ന എന്നൊക്കെ പറയുന്ന ചെറിയൊരു വിമാനം, മിലിറ്ററി വിമാനം. ഈ വളരെ ചെറിയ ഒരു സാധനം, ഒരു 500 മീറ്റർ നീളം മതി റൺവേക്ക്. ആ വിമാനത്താവളം അടക്കം എല്ലാം അതിനും ഓരോ മാസവും പണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൂർ എയർപോർട്ട്. കാരണം അതിപ്പോൾ ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഓരോ മേഖലയിലും ആ മാറ്റം ഉണ്ടാക്കിയ ഗവൺമെൻറ് ആണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ ചിലവാക്കേണ്ടി വന്നത്. ആ പൈസ ചിലവാക്കി ഒന്നിനും പുറകോട്ട് പോയില്ല കേന്ദ്രം തരാതിരുന്നിട്ടും. സർക്കാർ ജീവനക്കാരുടെ DAയും DR മാത്രം ഉണ്ടെന്ന് പറഞ്ഞത് ശമ്പള കമ്മീഷൻ വെച്ചത് അവസാനമാണ്. ശമ്പള കമ്മീഷൻ വെക്കുമ്പോൾ അതിനൊപ്പം മുഴുവൻ പെൻഡിങ് DAയും DRും കൊടുത്തു കഴിഞ്ഞു. ഇനി കിട്ടാനുള്ളത് ഫിറ്റ്മെൻറ്റ് മാത്രമാണ്. ബാക്കി ശമ്പള കമ്മീഷൻ അവരിപ്പം ശമ്പള കമ്മീഷൻ തുടരുന്ന ലക്ഷണം കാണുന്നില്ല, അത് തുടരട്ടെ. പക്ഷേ ഫിറ്റ്മെൻറ്റ് മാത്രമേ തരാനുള്ളൂ, ബാക്കിയല്ല അതിനകത്ത് വന്നു. DA DR കുടിശ്ശികയുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത്
13,000 കോടിയാണ് DA/DR കുടിശ്ശികയ്ക്ക് വേണ്ടിയിട്ട് ഈ വർഷം കൊടുക്കാനുള്ളത് മാറ്റി വെച്ചിരുന്നത്. 13,000 കോടി 3 വർഷം കൊണ്ട് കൊടുത്തു തീർക്കത്തക്ക ഇതില്ല. ഇത് കൃത്യമായ കണക്കാ വെച്ചേക്കുന്നുണ്ടോ പറഞ്ഞു, കൃത്യമായ കണക്ക് വെച്ചിട്ടാണ് 13,000 കോടി വെച്ചിരുന്നത്. നിങ്ങൾ ആ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് അറിയാം, 96,000 കോടിയാണ് ശമ്പളവും പെൻഷനും ഹെഡിൽ മാറ്റി വെച്ചേക്കുന്നത്. 83,000 താഴെ മതി കൊടുക്കാൻ, ബാക്കി മൊത്തം കുടിശ്ശിക. പക്ഷേ സർക്കാരിൻ്റെ ആകെ ചെലവിൻ്റെ 77% ശമ്പളവും ഇതുപോലെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ധവളപത്രത്തിൽ അവർ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്, അത് അവരുടെ സമീപനം. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ വർഷവും ഈ ചെലവ് വർദ്ധിച്ച് കേരളത്തിന്, ഞാൻ രാജഗോപാലോട് ഇങ്ങോട്ട് പറയാറുണ്ട്, ഒരു 10 വർഷക്കാലത്തേക്ക് കേരളത്തിൽ ഒരു 70% റോഡുകളിലും ടാറിങ് പോലും നടത്തണ്ട, അത്രയ്ക്കും വൃത്തിയായി കിടക്കുക, അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ഖജനാവിൽ പണം ഇല്ലാന്ന് സാധാരണ പറയാമല്ലോ, 6,300 കോടി ഖജനാവിനകത്ത് ബാലൻസും ഉണ്ട്. ചില ആൾക്ക് പരാതിയുണ്ട്, 6,300 കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഒരു DA കൂടെ തന്നുകൂടായിരുന്നോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. അതിനകത്ത് 2,000 ചില്ലാനും കോടി രൂപ പഞ്ചായത്തുകളുടെ അവസാന ഗഡു കൊടുക്കേണ്ടതാണ്. കൊടുക്കാൻ നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു മാർച്ച് 20-നൊക്കെ അടുപ്പിച്ചേ കൊടുക്കും. പണം വരുന്നതനുസരിച്ച് അവസാനം കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തൊക്കെ ആയിരുന്നവരാണല്ലോ, എല്ലാ വർഷവും അവസാനത്തെ ഗഡു അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുമെന്ന് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുക്കാൻ പറ്റില്ല, ആ അവസാനം ഗഡു. ആ പണമാണ് ഈ 6,300 ഒരു ഭാഗം. ഇനി ബാക്കി 4,000 തന്നിട്ട് വെക്കൂടെ, നിങ്ങൾക്ക് മാത്രം തന്നിട്ട് പോകാൻ പറ്റില്ല. കാരണം മാർച്ച് 31 ക്ലോസിംഗ് ബാലൻസ് അത്. ഏപ്രിൽ 9 ഇലക്ഷൻ. ശമ്പളം കൊടുക്കണം അടുത്ത മാസം 1 മുതൽ 10 വരെയുള്ള ദിവസത്തിനകം 10,000 കോടിയെങ്കിലും വേണം. അതിന് വേറെ വരും. എനിക്കറിയാം, ഈ ചർച്ച ഞാനും കേട്ടു. ഇത്രയും പൈസ വെച്ചിട്ട് എന്തിനാ ഇപ്പം മറ്റവർക്ക് സഹായം ഉണ്ടാക്കാനില്ലയോ, ആ സഹായം ഇങ്ങനെ പൈസ വെച്ചിട്ട് പോയേ എന്നുള്ള ചർച്ച ഉണ്ടെന്ന് എനിക്കും അറിയാം. സർക്കാരിന് മാർച്ച് 31 നമ്മുടെ ബാലൻസ് ആണ് ഏറ്റവും പ്രധാനം. മാർച്ച് 31 കഴിഞ്ഞിട്ട് ഏപ്രിൽ 1 തൊട്ട് പുതിയ സാമ്പത്തിക വർഷമാണ്. പക്ഷെ അപകടകരമായ സ്ഥിതിയിലല്ല ഈ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാൻ നമ്മളത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ, ഈ കണക്ക് കൃത്യമായിട്ട് ആ ബഡ്ജറ്റിനകത്തും തുകയിലുള്ളതാണ്. അപ്പം അങ്ങനെ ആ പണം അവിടെ ഉള്ള സ്ഥിതിയിൽ തന്നെയാണ് നമ്മുടെ വർഷം അവസാനിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് മുന്നോട്ട് പോകും. ഇപ്പം നിങ്ങൾ മനോരമ പത്രം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തു, ഒരു 2 ആഴ്ച മുമ്പ് കോളടിച്ചു കേരളം എന്നാണ്. എന്താ, 6,000 കോടി രൂപയാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ നികുതി വരുമാനം കൂടിയത്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടി. എന്നിട്ട് അവർ തന്നെ എഴുതിയിട്ടുണ്ട്, പുതിയ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണിതെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ, വന്നത് പഴയ ടാക്സാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് നമ്മൾ ടാക്സുകളൊന്നും കൂട്ടാൻ പറ്റില്ല നമുക്ക്, പക്ഷേ എഫക്റ്റീവ്നെസ് കൂട്ടാം. അങ്ങനെ നമ്മൾ നിരന്തരമായി നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഈ ജൂൺ മാസത്തെ കണക്ക് വന്നപ്പോഴും കഴിഞ്ഞ ജൂൺ മാസത്തേക്കാളും 300 കോടി അധികം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക രംഗത്തൊരു മെച്ചം വന്നു. ഏത് ഗവൺമെൻറ് ആയാലും കേരളത്തിൻ്റെ എക്കണോമി മെച്ചപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. നിങ്ങൾക്ക് നാട്ടിൻപുറത്തെയൊക്കെ ആ മാറ്റങ്ങൾ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ അവസാനിപ്പിച്ചിട്ടും ഇവർ പറയാൻ ശ്രമിച്ചത് മൊത്തം തകർത്തുന്നു. ഏതിനകത്താണ് ഇവർക്ക് കാണാനുള്ളത്? ആകെ ഞാൻ ഈ പറഞ്ഞ DA/DRന്റെ മാത്രമാണ്. പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി കൃത്യമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതും തുറന്ന് പറയുന്നതിന് മടിയില്ല. അത് എന്തുകൊണ്ടാണ് പറ്റാഞ്ഞ്? പഞ്ചായത്ത് വകുപ്പ്, തൊഴിൽ വകുപ്പ് നേരത്തെ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പഞ്ചായത്ത് വകുപ്പ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇതിനാവശ്യമായ പേപ്പറുകളാകാത്തതുകൊണ്ട് 2 വർഷക്കാലം ഏകദേശം നിയമസഭയിലൊക്കെ ഇവരൊക്കെ സബ്മിഷനൊക്കെ കൊടുത്തുള്ളൂ. 2 വർഷക്കാലം ബില്ല് നടന്നില്ല. അവസാനം നമ്മൾ 500 കോടി രൂപ അതിന് പ്രത്യേകം കടമെടുത്ത് കൊടുത്തിട്ടാണ് 5 മാസത്തെല്ലാം കൊടുത്തു തീർത്തത്. പക്ഷെ ആ കുറച്ച് മാസത്തെ ഉണ്ട്, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവർ പ്രചരണം ഇങ്ങനെ നടത്തുന്ന ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ജൽജീവൻ്റെ ഉൾപ്പെടെ 8,000 കോടി കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പൈസ സമയത്ത് തരാതിരുന്നിട്ട് പോലും അതും എടുത്ത് ആ പണം കൊടുത്തിട്ടാണ് ജൽജീവൻ്റെ കോൺട്രാക്ടർമാരുടെ ഒക്കെ പേയ്മെൻറ്റ് മിക്കവാറും തീർത്തു എന്നാണ് കണക്കുകൾ. മിക്കവാറും തീർന്നു. ഇങ്ങനെയാണ് നമ്മുടെ ആ ഗവൺമെൻറ് പോയത്. പക്ഷേ ആ ഗവൺമെൻറ് ധനപരമായി വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് കേരളത്തിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ വിറ്റേ പറ്റുമെന്ന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. വി.ഡി. സതീശൻ നിയമസഭയിലെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, കേരളത്തിന്റെ ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും, ഒറ്റ പൈസ ടാക്സ് ഈടാക്കാതെ കേരളത്തിന്റെ ഖജനാവ് മറയ്ക്കാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാം എന്നാണ്. നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ കേരളത്തിന്റെ ഖജനാവ് മാത്രമല്ല, ഇവരുടെയൊക്കെ ഖജനാവ് നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഇതിനുള്ള ഒരു പ്രീകർസർ, ഇതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ആയിരുന്നു ധവളപത്രം. അല്ലാതെ കണക്ക് നോക്കിയാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചും ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ ഏജൻസിയുടെ കണക്കനുസരിച്ചും കേരളം ഫിനാൻഷ്യലി പുറകോട്ടല്ല, ഇംപ്രൂവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ജൂൺ മാസം 18-നോ 19-നോ 20-നോ മറ്റോ ഈ കേന്ദ്ര റിസർവ് ബാങ്ക് C&AG ഇറക്കിയ ഡിക്കേഡൽ 10 വർഷക്കാലത്തെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ മാത്രമാണ്
അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 60% നികുതി കൂടി ഉണ്ടാക്കുന്നത്. അതിനകത്ത് 4ാം സ്ഥാനം കേരളത്തിലാണ്. ആകെയുള്ള വരുമാനത്തിൻ്റെ 60% ആകെ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 60% സ്വന്തമായ നികുതി കൂടെ കണ്ടെത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം ഉണ്ടെന്ന് CAG റിപ്പോർട്ട്. ഈ 60% നമ്മളുണ്ടാക്കുമ്പം 30% മാത്രം ഉണ്ടാക്കുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവർക്ക് കേന്ദ്ര സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാണ് നിൽക്കുന്നത്. ഈ സാമ്പത്തിക സ്ഥിതി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് സാമ്പത്തിക സ്ഥിതി എന്നിരിക്കെ നിരന്തരമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ധവളപത്രത്തിനകത്ത് ആ കാര്യം പറഞ്ഞു. ഇപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോൾ ബഡ്ജറ്റിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനകത്ത് വികസന കാര്യം തുടങ്ങുന്ന എവിടുന്ന? ഓപ്പറേഷൻ സമുദ്ര. അങ്ങനല്ലേ? ഒന്നാമത്തെ പ്രൊജക്റ്റ് ഓപ്പറേഷൻ സമുദ്ര എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം മാത്രമല്ല, കാസർഗോഡ് മുതൽ അങ്ങ് വരെയുള്ള സമുദ്രം ബാക്കിയുണ്ടെന്ന് പ്രസംഗിച്ചല്ലോ. കേരളത്തിലെ പ്രത്യേകത വിഴിഞ്ഞമുണ്ട്, കൊല്ലമുണ്ട്, കൊച്ചിയുണ്ട്, നമ്മുടെ ബേപ്പൂരുണ്ട്, പൊന്നാനിയുണ്ട്, അഴീക്കലുണ്ട്, കാസർഗോഡുണ്ട്. ഇതിൻ്റെ എല്ലാം സാധ്യത ഞങ്ങൾ ഉപയോഗിക്കും. കായലും കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ഇനിയും സമയമുണ്ട്. നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏഷ്യ മൈനർ എന്ന് പണ്ട് വിളിക്കുന്ന ഏഷ്യയുടെ ഒരു വലിയ ഭൂഖണ്ഡത്തിൻ്റെ എൻട്രി പോയിന്റാണ് കേരളം, അല്ലേ? കേരളത്തിൽ വാസ്കോഡിഗാമ ചുമ്മാതെ വന്നതല്ല, മലബാർ തീരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വന്നതാണ്. ആ മലബാർ തീരത്തെ കടലിന് ഇടക്കാലത്ത് നമ്മൾ ഉറങ്ങിക്കിടന്നു ഇന്ത്യ. ഇപ്പോൾ വാണിജ്യത്തിൻ്റെ എല്ലാ സാധ്യതയും വരുമ്പോൾ ആ കടലിലേക്ക് മൊത്തം മൊണോപ്പൊളി, അവിടുത്തെ മൊത്തം വാണിജ്യവും വ്യാപാരവും നിയന്ത്രിക്കാൻ പറ്റുന്നൊരു മൊണോപ്പൊളി ആയിട്ട് ആളുകൾ വന്നാൽ എന്താവും സാധ്യത? അവർക്കുള്ള ലാഭം. അതിൻ്റെ ഒന്നാമത്തെ സാധനമാണ് വിഴിഞ്ഞം. തൊട്ടപ്പുറത്താണ്, മംഗലാപുരത്താണ് വന്നേ. ഏതില്? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. ആരാ മുഖ്യമന്ത്രി ആവും എന്നുള്ളതിൻ്റെ 3 ദിവസം മുമ്പ് തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂകാംബികയെ പാനായിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിലൊന്നും പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഒരു 5 മണിക്കൂർ കൊണ്ട് വരാവുന്ന നല്ല വഴിയുണ്ട്. എന്തായാലും അതിൻ്റെ വിവാദങ്ങൾ വരും. അതിനെപ്പറ്റി പത്രക്കാർ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും ആ വിവാദം ഇപ്പം നിൽക്കുക. വിവാദത്തിൻ്റെ റിസൾട്ട് വന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വലിയ വിവാദമാണല്ലോ. വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം വിൽക്കാനായിട്ട്, അതിൻ്റെ ഷെയറിൻ്റെ നല്ലൊരു ഭാഗം വിൽക്കാനായിട്ട് അദാനി കമ്പനി തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് ബഡ്ജറ്റിനകത്ത് ഓപ്പറേഷൻ സമുദ്ര ഒന്ന്, പിന്നീട് ഇങ്ങോട്ട് വന്ന കുറേ പദ്ധതികളുണ്ട്. അതിനകത്ത് കേരളത്തിലെ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിൽ റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. KMML, IRE, കേന്ദ്ര ഗവൺമെൻറ് കമ്പനി IRE, അതുപോലെ കെൽട്രോൺ തുടങ്ങിയ കമ്പനികളെ, പൊതുമേഖല ഏതെല്ലാം, ഈ കമ്പനികളെ സഹകരിപ്പിച്ചുകൊണ്ട് റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കും. ഇവിടെ അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന തരത്തിലേക്കുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഇവിടെ ഈ റെയർ എർത്തിൻ്റെ കാര്യം, ധാതുമണലിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ധാതുക്കളടങ്ങിയ മണൽ നമുക്കുണ്ട്. ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഈ മാഗ്നറ്റും ഒക്കെ ഉണ്ടല്ലോ. മാഗ്നറ്റ് ഇപ്പം EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഇല്ലേ? ഇലക്ട്രിക് വെഹിക്കിൾസ് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ തരത്തിലുള്ള കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള, അതിൻ്റെ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള റെയറായ മൂലകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ കേരളത്തിലുള്ള ധാതുമണൽ. ലോകത്ത് ഈ ധാതുമണലിൻ്റെ 60% ഉള്ളത് ചൈനയുടെ കയ്യിലാണ്. ഇന്ത്യക്ക് 5% ഉണ്ട്. 5% മഹാഭൂരിപക്ഷം കേരള തീരത്താണ്. അമേരിക്ക, ട്രംപ് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ചൈനയായിട്ട് അധികം പോരിന് പോകാൻ പറ്റാത്ത എന്താ? അവരുടെ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ധാതുമണൽ ഉള്ള നമ്മുടെ കൊല്ലം തീരവും ആലപ്പുഴ തീരവും, ഈ 2 തീരത്ത് ഉള്ള മണല് സ്വകാര്യവൽക്കരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. ഊഹിച്ചധികം കാര്യങ്ങൾ പറയാനുള്ള സമയം അല്ലിത്. എങ്കിലും ഞാൻ പറയാം. നിങ്ങളുണ്ടല്ലോ, പവർ, ഇലക്ട്രിസിറ്റി സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ധവളപത്രത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ഇനിയത്തെ കാലത്ത് പവർ ഉണ്ടാക്കാൻ പോകുന്നത് ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതകൾ കുറഞ്ഞല്ലോ. മിക്കവാറും ജലവൈദ്യുത പദ്ധതി കഴിഞ്ഞു. സോളാറിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ഇപ്പോൾ എന്താ വരുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താ? ചെറിയ ആണവ റിയാക്ടറുകൾ. അതിനൊക്കെതിരെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ആണവ റിയാക്ടറുകളുടെ പോളിസി ഉണ്ട് അവർക്ക്. ആണവ റിയാക്ടറിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ കിട്ടുന്ന മൂലകം ഏതാ? തോറിയം ഇഷ്ടംപോലെ ഡെപ്പോസിറ്റുള്ള സ്ഥലമാണ് നമ്മുടെ തീരം. നേരത്തെയുള്ള കണക്കനുസരിച്ച് ഇതൊന്നും സ്വകാര്യ വ്യക്തികൾ കൊടുക്കത്തില്ല. കാരണം എന്താ? തോറിയത്തിൽ നിന്നാണ് സമ്പുഷ്ട യുറേനിയോ അല്ലെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് ഈ അണവ സ്വഭാവമുള്ളതുകൊണ്ട് അതിൽ നിന്ന് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇറാൻ്റെ അമേരിക്കയായിട്ടുള്ള തർക്കം എന്താ? ഇറാൻ്റെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച ആണവായുധത്തിന് പറ്റിയ സാധനം ഇരിപ്പുണ്ടെന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്ന. സ്വകാര്യ മേഖലയ്ക്ക് ഒരിക്കലും കൊടുക്കുന്നതല്ല. പക്ഷെ ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാവുന്ന ലൈൻ വരിക. അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തീരത്തെ കരിമണലില്ല. അതിനകത്ത് തന്നെ ഒരു മൂലകം,
റേഡിയോ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അവിടെ സൂക്ഷിച്ചിട്ടേക്കുക. കുറേ ഉണ്ട് അത് അവരുപയോഗിക്കാത്തത്. അവിടെ വലിയ കോൺക്രീറ്റ് ടാങ്കിലാണ്. അവർക്ക് അന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള അനുഭവമില്ല, അല്ലെങ്കിൽ അറിവില്ല. ഇതുൾപ്പെടെയാണ് ഈ കരിമണലെന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് കരിമണലുണ്ടാക്കി മണലരിക്കാനല്ല. അപ്പോൾ ഈ പവർ സ്വകാര്യവൽക്കരണവും ഇതൊക്കെ അടുത്ത മാസങ്ങളിൽ നോക്കിക്കോണം. വരുന്ന മാസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സാധനത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ, എക്സ്പെക്റ്റഡ് പ്രൊജക്ഷൻ ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ കരിമണൽ രണ്ടാമത്തെ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത്, ഒന്ന് ഓപ്പറേഷൻ സമുദ്ര, രണ്ടിത് പിന്നെ വളരെ കൊട്ടിഘോഷിച്ച് പറഞ്ഞേക്കാണ് എയർപോർട്ടുകൾ. കണ്ണൂർ എയർപോർട്ട് തൽക്കാലം ഈ പ്രൈവറ്റ് കമ്പനിക്ക് അത്ര താല്പര്യം വരത്തില്ല, ഇപ്പോൾ ലാഭകരമായിട്ടില്ല. ആവും, നല്ല എയർപോർട്ടാണ് അത്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും അധികം പാസഞ്ചേഴ്സ് ഉള്ള 4ാമത്തെ എയർപോർട്ട് നമ്മുടെ കൊച്ചിയാണ്, സിയാൽ. ലോകത്തെ ഏറ്റവും നന്നായിട്ട് സ്വകാര്യ മേഖലയും പൊതുമേഖലയും കൂടെ സംയോജിതമായി വർക്ക് ചെയ്യുന്ന സിയാൽ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ വലുതാണ്. പക്ഷേ കൺട്രോൾ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലാണ്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, 3-4 മന്ത്രിമാരുള്ള ബോർഡാണ്. അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ബോർഡാണ്. ആ കൺട്രോള് അല്പം ഒന്ന് ഇളച്ചു കൊടുത്ത് ഇതൊന്ന് വിൽക്കാൻ സമ്മതിച്ചാൽ മുതലാളി, അതിനകത്ത് ഷെയർ മുടക്കിയിട്ടുള്ള പ്രവാസി ഇന്ത്യക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്, മലയാളികളൊക്കെ ഉണ്ട്. അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഇത് മേടിക്കാൻ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ അദാനിയുടെ കയ്യിലാണ്. തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാഹബ് പിണറായി പ്രധാനമന്ത്രി കത്തെഴുതി നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് ഞങ്ങൾ എടുത്തോളാം. നിങ്ങൾ എത്ര വില മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും സ്വകാര്യക്കാർ തരുന്നോ ആ പണം ഞങ്ങൾ തന്നോളാം. കാരണം ഞങ്ങൾക്ക് സിയാൽ നടത്തി പരിചയമുണ്ട്, ഞങ്ങളെ നടത്തിക്കോളാം. നമുക്ക് തന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുറമുഖം, വിമാനത്താവളം, കേരളത്തിലേക്കുള്ള എൻട്രി, ഇന്ത്യയിലേക്കുള്ള എൻട്രി മൊത്തം സ്വകാര്യ മേഖലയുടെ കയ്യിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിയാലും. നോക്കിക്കോളൂ, ഈ കേരളത്തെ ആകെ അങ്ങ് വികസിപ്പിക്കാമെന്നുള്ള ആഗ്രഹം എന്താ തോന്നുന്നത്? സിയാലും ഷോക്കേസ് വെച്ചേക്കുക. എപ്പോഴാണ് ജനങ്ങളുടെ ഒരു ശ്രദ്ധ കുറയുന്നത് അപ്പോൾ കൊടുത്തുകൂടാതില്ല. പവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇലക്ട്രിസിറ്റി ഇന്ത്യയിലെ ഏറ്റവും സംഘടിതമായ ആദ്യത്തെ പവർ കമ്പനി ടാറ്റയോ അതുപോലെ കുറേ കമ്പനിയുണ്ട്, ബെസ്റ്റ്, ബോംബെ ബെസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ വലിയ തോതിൽ പവർ സെക്ടറിൽ ഈ താപവൈദ്യുതി നിലയമൊക്കെ കൊണ്ടുവന്ന് സ്വകാര്യ മേഖല വന്നൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അദാനി പവറാണ്. നിങ്ങൾ അദാനി പവർ അടിച്ചു നോക്കിയാൽ മതി. ഗുജറാത്തിലെ ഏറ്റവും വലിയ പവർ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇലക്ട്രിസിറ്റി. ഈ ബഡ്ജറ്റിൻ്റെ പൊതു സ്വഭാവം ഞാൻ പറയുകയാണ്. ഈ കാര്യത്തിനകത്താണ് പ്രയോറിറ്റി. കാരണം ആദ്യമേ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ഏത് ധവളപത്രം കേരളം ആ കടത്തിലല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിന് ഇവർ കണക്കാക്കിയ കണക്കനുസരിച്ച് തന്നെ ഈ വർഷത്തേക്കാൾ 30,000 കോടി രൂപ അടുത്ത വർഷം അധികമുണ്ട്. അതിനേക്കാളും കൂടുതൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇപ്പോൾ വെട്ടിക്കുറച്ചെങ്കിലും അത് തരത്തില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 15 ധനകാര്യ കമ്മീഷന്റെ സമയത്ത് അത് തന്നിട്ടുണ്ട്. 16-ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് മാത്രം തരാതിരിക്കാൻ പറ്റില്ല. ഹിമാചലിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി അവിടുത്തെ നിയമസഭ പ്രമേയം പാസ്സാക്കി ഞങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നിയമസഭ പറഞ്ഞു നമുക്കൊരു പ്രമേയം പാസ്സാക്കണം, നിങ്ങളുടെ ഹിമാചൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട്, മിണ്ടിയിട്ടില്ല. അപ്പം അങ്ങനെ പണത്തിന്റെ കാര്യത്തിലൊന്നും വലിയ ദൗർലഭ്യം ഇല്ലാതെ, എന്നാൽ കേന്ദ്രം ഉണ്ടാക്കുന്ന നയപരിപാടി കാരണം ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതെല്ലാം വിൽക്കേണ്ട കാര്യമില്ല. ഇത് ഓരോന്ന് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനൊപ്പം ബഡ്ജറ്റിന്റെ ഏറ്റവും അവസാനം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഒരു നിയമം ഒളിച്ചു കടത്തി, മദ്യവ്യാപാരം. അവസാനം ബഡ്ജറ്റ് സാധാരണഗതി വായിച്ചു പോകുമ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമയത്ത് വീര്യം കുറഞ്ഞ മദ്യത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ നികുതി ഘടന അന്ന് തീരുമാനിക്കാൻ പറ്റില്ല. നികുതി ഘടന ഞങ്ങളിപ്പോൾ തീരുമാനിക്കുന്നു. 5% 0.5 മുതൽ 10% വരെയുള്ളവർക്ക് പിന്നെ 121%, അതിന് മേളിൽ വീര്യമുള്ളതിന് 175%. പക്ഷെ ഇത് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം 3 വർഷക്കാലം ഈ ഫയല് കൊടുക്കാതെ അനുവദിക്കാതിരുന്നത് ധനകാര്യമന്ത്രി എന്നതിൽ ടാക്സിൻ്റെ കൂടി ചുമതലയുള്ള ഞാൻ തന്നെ മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും LDF പാർട്ടിയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ. എന്താ കൊടുക്കാഞ്ഞേ? എന്നോട് ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സാർ 1000 കോടി രൂപയുടെ പുതിയൊരു മാർക്കറ്റാണ്, മാർക്കറ്റ് വലുതാവും. നിലവിലുള്ള ആദ്യത്തെ സംശയം നമ്മൾ ചോദിച്ചു, ഇത് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള വരുമാനം കുറയോ? ആ വരുമാനം കുറത്തില്ല. ആ കുടിയന്മാരല്ലേ ഈ കുടിയന്മാർ. അവർ പറഞ്ഞു 40% നല്ല കിട്ടേണ്ട സാധനമൊന്നും ഉള്ളവരൊന്നും 5%-ന് പോകില്ല. അല്ലെന്നോ, അതടിച്ചാൽ തന്നെ പറ്റാത്തവരാ. 40% ഉള്ളത് തന്നെ അടിച്ചാൽ തന്നെ പറ്റാത്ത ആളുകൾ പിന്നെ 5%-ന് പോകും ഇല്ല. അപ്പോൾ ഇതാരാ? പുതിയൊരു സെറ്റാണ്, ന്യൂ ടൈപ്പ് ഓഫ് യൂസേഴ്സ്. എന്നിട്ട് അവർ പറഞ്ഞു they will be graduated for full drunkards. എങ്ങനെ? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കുടിച്ച് ആദ്യം ചെറുതായിട്ട് കുടിച്ച് ഇവർ വളർന്നു വരും, നല്ല കുടിയന്മാരായി. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളും മറ്റേ ആയിരിക്കുമല്ലോ വരുന്നത്. കാരണം മറ്റു സ്ഥലത്ത് എങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പം കൊക്കക്കോള, ഫാൻഡ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്കൊക്കെ കുടിക്കുന്ന പോലെ ഇത് മദ്യം വെള്ളം ചേർക്കണ്ട, ലിച്ചി, പൈനാപ്പിൾ മറ്റൊക്കെ ടേസ്റ്റിനകത്ത് കുപ്പി തന്നെ കിട്ടും. അത് നേരെ കുടിക്കാം. സോഷ്യൽ ഡ്രിങ്കിങ് ആണ്. പെൺകുട്ടികളും ആൺകുട്ടികളും സ്ത്രീകളും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പത്രപ്രവർത്തകർ പറഞ്ഞു സ്ത്രീകൾ എന്നുള്ള പ്രത്യേകം പറയരുത്, അതൊരു ഡിസ്ക്രിമിനേഷനാണ്, സ്ത്രീകൾക്ക് അല്ലേ തന്നെ ഇപ്പോൾ കുടിക്കാൻ അവകാശമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന നിലയിൽ അപകടം വരും എന്ന് ഞാൻ പറഞ്ഞു.
ഞങ്ങളതാണ് അന്ന് 3 വർഷക്കാലം ഇത് കൊടുക്കാഞ്ഞത്. സത്യത്തിൽ ടാക്സൊക്കെ കുറേ വരുമാനം കിട്ടും. പക്ഷെ നമ്മൾ ഇതുവരെ കുടിക്കാത്ത ഒരു ഒരു കല്യാണ പാർട്ടിക്ക് ചെല്ലുമ്പം അവിടെ ഇത് വെച്ച് കുടിക്കുമ്പോൾ ഇതൊരു സാധാരണ രീതിയിൽ ലഹരിയുള്ള സാധനമാണെന്ന് തോന്നത്തില്ല. എന്നാൽ ചെറിയൊരു കേക്ക്, ഒരു കുപ്പി കുടിച്ചു, 2 കുപ്പി കുടിച്ചു, അങ്ങനെ ഒരു സാധനം വരുമ്പോൾ സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊരു ഇത് വരും, കൾച്ചർ വരും. അതുകൊണ്ട് തന്നെയാണ് ബെക്കാടി, നിങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂരും ഒക്കെ പോകുന്നവരോട് ചോദിച്ചാൽ മതി ഇതിൻ്റെ ഒരു കൾച്ചർ. അതാണ് നമ്മൾ ഒഴിവാക്കി വെച്ച് അത് ഇതിനകത്തോടൊന്ന് ചേർത്തു. 1000 കോടി രൂപയുടെ വരുമാനം വരുന്നത് UDF-നകത്ത് പോലും ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ, എക്സൈസ് മന്ത്രി പോലും അറിയാതെ കൊണ്ടുവച്ചതിൻ്റെ അനുഭവമാണല്ലോ ഇപ്പം അത് UDF ചർച്ച ചെയ്തിട്ട് നടപ്പിലാക്കുമെന്ന. ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിനകത്ത് ഇവരുടെ സമീപനം. അതിനകത്ത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പണത്തെപ്പറ്റി ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല ബഡ്ജറ്റിൽ. ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറുപടി ഇരുന്നപ്പോൾ വായിച്ച് കേൾപ്പിച്ചു. നോക്ക്, ഈ VVG റാംജി പരിപാടിക്ക് ആവശ്യമായ പണം കേന്ദ്രം വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ആവശ്യമായ പണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വെക്കുന്നു. ഇതാണോ കേന്ദ്രത്തിന്റെ സമീപനത്തെ പറ്റി പറഞ്ഞത്? എല്ലാ കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പൊളിറ്റിക്കലായി പറഞ്ഞാൽ കേരളത്തിൽ 120 സീറ്റിലധികം ഞങ്ങൾ ജയിക്കുമെന്നും 12 മന്ത്രിമാർ തോക്കുമെന്നും പറഞ്ഞത് നമ്മൾ വിചാരിച്ചൊരു പ്രചരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. നല്ല കണക്ക് വന്നപ്പോൾ 30 സീറ്റുകളിൽ BJP-യുടെ വോട്ട് കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കണക്കുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, നിങ്ങളുടെ ജില്ലകളടക്കം നോക്കിക്കോളൂ. സംസ്ഥാനത്താകെ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ്. നമുക്കൊരു തിരിച്ചടി വന്നിട്ടുണ്ട്, നമ്മളത് മറികടക്കണം. നമുക്ക് പോരായ്മകളൊന്നും ഇല്ലാതെ ചിന്തിക്കുന്നവരല്ല നമ്മൾ. അടുത്ത വർഷം നമുക്ക് പോരായ്മയുണ്ട്. പ്രത്യേകിച്ചും ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിനകത്തും ഈ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. കഴിഞ്ഞ ദിവസം ഇത്തരം ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെ പറ്റി ധാരാളം ചർച്ചകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ട്രംപിന്റെ ആശയമല്ല വേണ്ടത്, ഇടതുപക്ഷത്തിന്റെ ആശയം അതല്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അത് വളരെ വിശദമായ ചർച്ചകൾ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. കാരണം ലോകത്തിന്റെ പൊളിറ്റിക്സ് ഈ ശക്തനായ ഒരുത്തൻ തീരുമാനിക്കുന്നതിനനുസരിച്ചും ശക്തമായ ഒരു രാജ്യം തീരുമാനിക്കുന്നതിനനുസരിച്ച് പോകേണ്ടതല്ല. നമ്മുടെ ആ വിഷയം എന്ന നിലയിൽ ഞാനതിലേക്ക് പോകല്ലേ. പക്ഷേ ഈ ഒരു സമീപനം ഇവർ തീരുമാനിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളത് എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഈ സീറ്റുകൾ BJP-യുടെ വോട്ട് ഉൾപ്പെടെ പോയി. അപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒറ്റ അക്ഷരം പറയാൻ പറ്റാത്ത തരത്തിലേക്കാണ്. പൊളിറ്റിക്കലായിട്ടുള്ള അത്തരം കാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ഓരോ ഐറ്റം എടുത്ത് ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് എല്ലാം എടുത്തേക്കുന്ന ഒരു സമീപനം ഇതാണ്. ഇതിനകത്ത് പിന്നെ ഗവൺമെന്റ് വന്ന ഉടനെ ഒരു വാഗ്ദാനങ്ങൾ പറഞ്ഞതൊന്നും പാലിച്ചില്ല എന്നുള്ളതും ഈ ബഡ്ജറ്റിന്റെ സ്വഭാവത്തിൽ വ്യക്തമാണ്. ഒറ്റ കാര്യത്തിൽ മാത്രം പ്രിയദർശിനി ബസ്സിന് 600 കോടി വെച്ചു. നമ്മളതിനെതിരൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞെന്താ, നിങ്ങളും പറഞ്ഞെന്താ, എല്ലാ ബസ്സിനും എന്നാണല്ലോ. KSRTC എന്നല്ലേ പറഞ്ഞേ. അതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഓർഡിനറി ബസ്സിന് മാത്രമല്ല, അതൊക്കെ ഉണ്ടാക്കാവുന്ന സാങ്കേതിക കാര്യങ്ങളൊക്കെ അവരാണ് നോക്കേണ്ടത്. എല്ലാ ബസ്സിനും എന്നാണ് പറഞ്ഞത്. മറുവശത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് നമ്മൾ ബഡ്ജറ്റ് വെച്ചിരുന്ന 3700 കോടിയാണ്. ആ 3700 കോടിയിൽ നിന്ന് ഇപ്പോൾ 1700 വെച്ചിട്ടുള്ളൂ. അത് തന്നെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. 600 കോടിയാണ് ഇതിനായിട്ട് മാറ്റി വെച്ചത്. ബഷീറിൻ്റെ ഒരു കഥയ്ക്കകത്തെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, ഈ പോക്കറ്റ് അടിക്കാരൻ്റെ കഥ. ഒരാളിങ്ങനെ യാത്ര ചെയ്യാൻ പോയപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് പോക്കറ്റ് അടിച്ച് അയാളുടെ കയ്യിൽ പൈസ എല്ലാം പോയി. അയാൾ കാപ്പി കുടിക്കാനായിട്ട് കടയിൽ കയറി നോക്കിവിടെ പോക്കറ്റ് പേഴ്സില്ല. അപ്പോൾ അന്നത്തെ കാലമാണ്. ചായക്കടക്കാരൻ പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ ഇരിക്കുക, ഇയാളെ പാൻറ് ഷർട്ടൊക്കെ ഇങ്ങ് കൊടുത്ത് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പഴയ കാലമാണല്ലോ. ഈ പാവ പിടിച്ചവൻ ആകെ എന്താണ് ചിരിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വാ. എന്നിട്ട് ഈ പാവ പിടിത്തവൻ എത്ര രൂപയെന്ന് ചോദിച്ചാൽ അയാൾ പൈസ കൊടുത്തു. എന്നിട്ട് ഇയാളെ വിളിച്ചോണ്ട് പോയി അപ്പുറത്ത് ഒരു മൂത്രപ്പുരയുടെ അപ്പുറത്ത് ചെന്നിട്ട് കുറേ പേഴ്സ് പോക്കറ്റിൽ നിന്ന് മടിയിൽ നിന്ന് എടുത്ത് കാണിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ എന്ന് ചോദിച്ചു. ഇതൊരു കഥയാണ്, പ്രശസ്തമായൊരു കഥയാണ്. ആ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കഥയാണ് എന്ന് പറയുന്ന പോലെയാണ്. ഇതൊക്കെ കട്ട് ചെയ്തു. ഈ 3700 കോടി കട്ട് ചെയ്തു. 600 കോടി KSRTCക്ക്. KSRTCക്ക് ഇനി മൊത്തം വേണമെങ്കിലും കൊടുക്കാം. കാരണം KSRTCക്ക് വർഷം 2000 കോടി കൊടുത്തിട്ട് അതിനെ ഓടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ. ആ സമയത്ത് ഇവരുള്ളപ്പോൾ 24 ട്രാൻസ്പോർട്ട് ജീവനക്കാർ, പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തു. 2-3 പേര് ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് ആത്മഹത്യ ചെയ്തത്. എന്തായാലും കൊടുക്കട്ടെ. 18 മാസക്കാലം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നത് നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇവിടെ ആ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് ഇത് കൃത്യമായി കൊടുത്തു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ആളുകൾ ഇപ്പോഴും കാണുമ്പോൾ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് വരുന്നില്ലല്ലോ എന്നൊക്കെ പരാതി, അല്ലെങ്കിൽ തരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു ക്ഷേമ പെൻഷൻ. അപ്പോൾ ഇതിനുള്ള പണം വെട്ടിക്കുറച്ചു. നമ്മൾ കണക്ട് വർക്ക് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുമെന്ന് പറഞ്ഞു, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ അതിനകത്തില്ല. സാധാരണക്കാരുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചില സ്കീം പറഞ്ഞിരുന്നു നമ്മൾ, ഗിഗ് വർക്കേഴ്സിന് പറഞ്ഞിരുന്നു. വലിയ തുകയൊന്നുമല്ല, അതൊന്നും ഇപ്പോൾ ഇല്ല. ആ ബഡ്ജറ്റ് തട്ടിക്കളഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇലക്ട്രിക് ഓട്ടോ എടുക്കുന്നതിന് ഒരു ഇൻസെൻറ്റീവ്, ചാർജിങ് സ്റ്റേഷന്, അങ്ങനെ കുറേ സൗകര്യങ്ങൾ, ഇൻഷുറൻസ്, അതൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. ഒരു പുതിയ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ വേണ്ടത്ര പണം വെച്ചിട്ടില്ല തുടങ്ങിയത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യം മാത്രമല്ല, സർക്കാർ ജീവനക്കാരായിരുന്നവരുണ്ട്. ആ DAയുടെ കാര്യം പറഞ്ഞപ്പം തലയാട്ടുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് പേരുണ്ടെന്ന്. ലീവ് സറണ്ടർ ഉണ്ടോ ഇപ്പോൾ? ലീവ് സറണ്ടർ
LDF ഗവൺമെന്റ് ലീവ് സറണ്ടർ ഇല്ലാതാക്കിയിട്ടുണ്ടോ? കോവിഡിന്റെ വർഷം മാത്രം ലീവ് സറണ്ടർ കൊടുത്തില്ല. കോവിഡിന്റെ സമയത്ത് മറ്റു പല സംസ്ഥാനങ്ങളിൽ വീട്ടിൽ ഇരിക്കാൻ വേണ്ടി ശമ്പളം പോലും കൊടുത്തില്ല. പക്ഷെ നമ്മൾ ശമ്പളം കൊടുത്തു, ലീവ് സറണ്ടർ ആ വർഷം മാത്രം കൊടുത്തില്ല. ബാക്കി ഏതെങ്കിലും വർഷം ലീവ് സറണ്ടർ കൊടുക്കാറുണ്ടോ? ചെറിയ വരുമാനക്കാർക്ക് അപ്പം തന്നെ കാശായിട്ട് മേടിക്കാം അല്ലേ? മേളിലുള്ള വരുമാനക്കാർക്ക് അതങ്ങ് PF ചേർക്കാം. അങ്ങനെയല്ലായിരുന്നു, PF ചേർക്കാം, അത് കിട്ടും. ഇപ്പം ലീവ് സറണ്ടറിനെ പറ്റി ഓർഡറേ ഇല്ല ഈ വർഷം. കൊടുക്കുമായിരിക്കും ചിലപ്പോൾ, ഇതുവരെ കൊടുത്തിട്ടില്ല. ബഡ്ജറ്റ് റിവൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 12,000 കോടി കുറച്ചു. കുറയ്ക്കേണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴും അഭിപ്രായം. ഞാൻ CPM-ൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിലല്ല പറയുന്നത്, കേരളത്തിന് കിട്ടാവുന്നതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ വർഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് 19,000 കോടി കിട്ടി, രണ്ടാമത്തെ വർഷം 13,000 കോടി കിട്ടി, മൂന്നാമത്തെ വർഷം 4,000 കിട്ടി, പിന്നില്ല. പക്ഷേ നമുക്ക് കണ്ട നികുതി വിഹിതത്തിൽ വലിയ കുറവ് വരുത്തി, 1.92% ആക്കി. ഈ വർഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഇതുവരെ എല്ലാ വർഷവും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ വർഷം കിട്ടും. എന്നാലും കിട്ടുന്നത് വെച്ചിട്ട് കണക്ക് കൂട്ടുന്നതിന് പകരം അവർ വെട്ടിക്കുറച്ചു. ബഡ്ജറ്റിൽ 12,000 കോടി കുറച്ചു. അതിനകത്ത് 5,000 ചില്ലാനം കോടിയും 5,800 ചില്ലാനം കോടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. 5,000 ചില്ലാനം കോടിയും കുറച്ചത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണമാണ്. ഇവിടെ ലോക്കൽ ബോഡീസിൻ്റെ പ്രതിനിധികളുണ്ടല്ലോ അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ ധാരാളം ഉണ്ടല്ലോ. നിങ്ങൾക്ക് 3-ാം ഗഡു സാധാരണഗതിയിൽ സ്പിൽ ഓവർ തരേണ്ടതാണ്. ഞാൻ പറഞ്ഞു പണം അവിടെ ഉണ്ട്, ഓർഡർ ഇട്ടു, ഇലക്ഷൻ കമ്മീഷൻ അനുവാദം തരാത്തതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷൻ, ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. കേൽക്കർ ആയിരുന്നു അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനാണ് അനുവാദം തരാൻ ചിലപ്പോൾ അവർക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് നമ്മൾ കൊടുത്ത പണം മാറ്റി വെച്ചിട്ട് കൊടുത്തത് സമ്മതിക്കാത്തതുകൊണ്ടാണ്. സ്പിൽ ഓവർ തരാം, പണമുണ്ട്. രണ്ടാമത്, ഈ വർഷത്തെ ബഡ്ജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവർ പുതുക്കി. 35,750 കോടി രൂപ ഉണ്ടായിരുന്നത് 30,370 കോടി രൂപയ്ക്ക് ചുരുക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും ഒക്കെ ഒരു 4 കോടി രൂപയെങ്കിലും 6 കോടി രൂപയൊക്കെ ഉണ്ടായിരുന്ന 4 കോടി രൂപയെങ്കിലും കുറഞ്ഞിട്ടുണ്ട് ഡെവലപ്മെന്റ് ഫണ്ട്. എല്ലാ സ്ഥലത്തും പഞ്ചായത്തിന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയുന്നത് എന്താ, നമ്മൾ ബഡ്ജറ്റിനകത്ത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് പ്രതീക്ഷിച്ച് വെച്ചതെന്നാ. ഞാൻ കൃത്യമായ കണക്ക് പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും 30,000 കോടി രൂപ ഈ വർഷം കൂടിയിട്ടുണ്ടല്ലോ. അല്ലാതെ മറ്റേത് കണക്ക് വെച്ച് 30,000 കോടി കൂടിയിട്ടുണ്ടല്ലോ. 1,60,000 കോടി മാത്രം ഒരു വർഷം ചെലവാക്കിയപ്പോൾ നമ്മൾ 32,000-33,000 കോടി പഞ്ചായത്ത് പ്ലാനിന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പ്ലാനിന് മാറ്റി വെക്കുന്നത് 30,000 കോടി മാറ്റി വെച്ചാൽ അതിൻ്റെ 28% പഞ്ചായത്തുകൾ മാറ്റി വെക്കുന്നത്. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 1,72,000 ആയപ്പോഴും 1,92,000 ആയപ്പോഴും ഞങ്ങൾ 32,500 കോടിയിൽ വരെ പ്ലാനിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 35,000 എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള പണം ഇല്ലാഞ്ഞിട്ടല്ല, ഈ വർഷനുണ്ടല്ലോ 2,27,000 കോടി. 1,93,000 നിന്ന് 2,27,000 കോടി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ മാത്രം വെട്ടിയത്? മഹാഭൂരിപക്ഷം പഞ്ചായത്തും അല്ലെങ്കിലും ഭൂരിപക്ഷം പഞ്ചായത്ത് ഇപ്പോൾ UDF-ൻ്റെയാണ്. അവിടെ അവർക്ക് കൊടുക്കാതെ ഈ പണം എങ്ങനെയും കൊടുക്കാതിരിക്കാണല്ലോ. പഞ്ചായത്തിന് പണം കൊടുക്കുക. പഞ്ചായത്തൊന്നും അങ്ങനെ വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധമില്ല. പ്ലാനിംഗ് ബോർഡിനെ പറ്റി അവർ പറഞ്ഞല്ലോ, അത് തിങ്ക് ടാങ്ക് ആക്കുമെന്ന് പറഞ്ഞല്ലോ. പ്ലാനിംഗ് ബോർഡ് കേന്ദ്ര ഗവൺമെൻറ് തിങ്ക് ടാങ്കാണ് എന്ന് പറഞ്ഞാൽ, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അവരല്ല പൈസ അലോട്ട് ചെയ്യുന്നത്, പ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററുമാണ് അലോട്ട് ചെയ്യുന്നത് അവിടെ. മറ്റേത് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ പ്ലാനിംഗ് കമ്മീഷൻ വിളിക്കും. സംസ്ഥാനത്താണെങ്കിൽ ഇപ്പം പ്ലാനിംഗ് ബോർഡ് എല്ലാ മന്ത്രിമാരെയും വിളിക്കും, വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും, നിങ്ങൾക്ക് എത്ര വേണ്ടേ. അപ്പോൾ നമ്മൾ 500 കോടി വേണമെന്ന് പറയും. അവരുടെ കയ്യിലുള്ള റിസോഴ്സ് നോക്കി അത് ചിലപ്പോൾ അവർ 250 തരും. പക്ഷേ ആ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ 250 നമുക്ക് കിട്ടുമെന്നറിയാം, ഇത് നമ്മൾ പ്ലാൻ ചെയ്യും. പഞ്ചായത്തിന് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് ഇതേപോലെയാണ്, തരുമെന്ന് പറയും, ഇതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പം അത് മൊത്തം മാറ്റി. ഇനിയിപ്പം പണം കിട്ടണമെങ്കിൽ ഈ വകുപ്പ് മന്ത്രിമാർക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല, പുതിയ മന്ത്രിമാരാണല്ലോ. അവരിനിയും ഈ പ്ലാനി വെട്ടിക്കുറച്ചുകൊണ്ട് അവരിനി ഇത് കാണണം കേൾക്കണമെങ്കിൽ പോകേണ്ടത് ധനകാര്യമന്ത്രിയുടെ അടുത്താണ്, പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്. ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ലോ മിനിസ്റ്ററും തുറമുഖ മന്ത്രിയും കൂടെ ഒരാളായതുകൊണ്ട് സംഗതി ചോറാവും. ഈ മന്ത്രിമാർക്ക് ഇത് മനസ്സിലായിട്ടില്ല, ഇങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ MLA-മാരായിരുന്നവർക്ക് അറിയാം, ഇതിന് പുറകെ നമ്മൾ നടന്ന് ഈ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഒരു കാരണമില്ലാതെ വെട്ടിക്കുറച്ചതിൻ്റെ അനുഭവം വളരെ രൂക്ഷമായിട്ട് വരിക. ഇപ്പോൾ മിനിമം പൈസ പോലും ചിലവാക്കാൻ പറ്റത്തില്ല. ഞാനീ പറഞ്ഞ കണക്കുണ്ട്, 1,61,000 കോടി രൂപ കേരളത്തിൽ ചിലവാക്കുമ്പോൾ നമ്മൾ 30,000 കോടിയാണ് പ്ലാനിന് കൊടുത്തത്. അതിനകത്ത് അന്ന് 28% പഞ്ചായത്തിലുണ്ട്. കഴിഞ്ഞ വർഷം 1,92,000 കോടി ചിലവാക്കുമ്പോൾ അന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഒന്നുമില്ല. അന്ന് നമ്മൾ കൊടുത്തത് 32,000 സംതിങ് ആണ്, 32,500 കോടിയോളമാണ്. ആ തുക കൊടുക്കുന്നില്ല. അതിനേക്കാളും 30,000 കോടി കൂടി വർദ്ധിച്ചപ്പോൾ അതിനേക്കാളും പഴയ തുകയാണ്. നമ്മൾ വളരെ സജീവമായി ക്യാമ്പയിൻ ചെയ്തിട്ടൊരു ഏരിയയാണെന്നുള്ളത് പറയുക. കാരണം പഞ്ചായത്തിന് ഇത്രയും വർദ്ധിച്ചിട്ട് ഇത്രയും പുറകോട്ട് പോയി. ഇത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നും എല്ലാ പഞ്ചായത്തിനെയും ബാധിക്കും. കാരണം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻഡോസൾഫാൻകാർക്ക് ഉള്ള
ആ ദുരിതബാധിതർക്കുള്ള പണം ഉൾപ്പെടെ കൊടുക്കേണ്ട പൈസ ആയിരിക്കുമല്ലോ ഇത്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ. ഇതൊരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ, ഈ ആറ്റിറ്റ്യൂഡാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ മേഖലയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് യാതൊരു മടിയില്ല. ഞാൻ ആ സമയത്ത് വന്നിട്ടുള്ള വിശദമായ ലേഖനങ്ങളിൽ ഇതെല്ലാം വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ കണക്കുകളെടുത്ത് പറയുന്നില്ല. സാമൂഹ്യനീതി, SC/ST വകുപ്പിൻ്റെ പണം വെട്ടിക്കുറച്ചിട്ടുണ്ട് ഈ പ്ലാൻ കുറച്ചപ്പോൾ. സഭയിലൊരു കണക്കൊക്കെ പറഞ്ഞു, ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തു. ഇപ്പം അടുത്ത ദിവസം ഇത് സംബന്ധിച്ചുള്ള ചില ഡീറ്റെയിൽസ് കൂടെ വരും. ഇവരുടെ ധവളപത്രവും AKG പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ ഒരു പ്രസിദ്ധീകരണം വരുന്നുണ്ട്, അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം പറയേണ്ട കാര്യമില്ല. ഈ തരത്തിൽ ധവളപത്രം എന്ന് പറഞ്ഞൊരു പശ്ചാത്തലം ഉണ്ടാക്കി, ഇത് വിറ്റഴിക്കാനുള്ള പരിപാടി ഉണ്ടാക്കി, ജീവനക്കാർക്കും പിന്നെ വിവിധ മേഖലയിലും കൊടുക്കാനുള്ളത് വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു. ഇപ്പുറത്തെ ബഡ്ജറ്റിൽ കൂടെ ഇത് ഇടക്കാല ബഡ്ജറ്റ് ആണെന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ബഡ്ജറ്റാണെന്ന് ആലോചിക്കണം. ഇനി ഉള്ളത് ഇതിനേക്കാളും സീരിയസ് ആവുന്ന തരത്തിലാണ്. ഇതിനേക്കാളും കൂടെ പറയാനുള്ള കുറേ കാര്യമുണ്ട്. EMSൻ്റെ പേരിലുള്ള നമ്മുടെ ഓഡിറ്റോറിയത്തിലല്ലേ നമ്മൾ പണം വെച്ചിരുന്നത്, അന്ന് നമ്മുടെ പിന്നെ വലിയൊരു ഡിമാൻഡായിരുന്നു നീലേശ്വരം. അതുപോലെയൊക്കെയുള്ള വെച്ചെല്ലാം തട്ടിക്കളഞ്ഞു കേട്ടോ. അതൊക്കെ സ്ഥലത്ത് നോക്കണം, അതൊന്നും ഇപ്പോൾ ഇല്ല. 5 കോടിയാണെന്ന് തോന്നുന്നു അതിന് നമ്മൾ അഡീഷണൽ വെച്ചാൽ അവിടുത്തെ. അങ്ങനെയൊക്കെ വെച്ചാൽ ഓരോ സ്ഥലത്തേയും വെച്ച് പണമൊക്കെ ബഡ്ജറ്റിനകത്തും ഡീറ്റെയിൽ വർക്കിനകത്ത് വെച്ചേക്കുന്നതൊക്കെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതാണ് അവരുടെ സമീപനം. ഈ സമീപനം വാസ്തവത്തിൽ കേരളത്തിനെ നമുക്ക് വലിയ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല എന്നുള്ളത് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്ന സമീപനങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഈ U-ടേൺ എന്ന് ഈ ഗവൺമെൻറ്റിനെ പറയുന്നത് എന്താ? ഇപ്പോൾ എന്തും വേണ്ടി കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു, യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ആടുന്നല്ലോ. നമുക്കും സംശയം തോന്നാം, കാരണം അത്ര നല്ലപോലെ അവർ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷ സ്വഭാവം പോയി എന്നാണ് പ്രധാനമായിട്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ വേണം ഇടതുപക്ഷത്തിൻ്റെ. ഇപ്പം PM ശ്രീ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. PM ശ്രീ എടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞിട്ട് എന്തും പറയുന്ന പ്രസംഗമൊക്കെ നടത്തിയ ആളുകളാണല്ലോ. എന്താ PM ശ്രീയുടെ സ്ഥിതി? PM ശ്രീ നമ്മൾ ഒപ്പിട്ടു, പക്ഷെ അപ്പം തന്നെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അപകടം PM ശ്രീ ഒപ്പിട്ട PM ശ്രീ അതുപോലെ നടപ്പിലാക്കാനല്ല, സിലബസിലൊന്നും തുടത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ 1500 കോടി രൂപ നമുക്ക് SSKയുടെ തരാനുള്ളത് തന്നിട്ടില്ല. നമ്മൾ അധ്യാപകർക്ക് ശമ്പളം അതോടെ കടം മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെ ഒപ്പിട്ടെ, പക്ഷേ അതിനകത്തൊരു പ്രായോഗികമായ പോരായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി നിർത്തിവെച്ചു. സുപ്രീം കോടതിയിലടക്കം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കേരളം ഇത് ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ഒപ്പിട്ടിട്ടെന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ പോയ PM ശ്രീ. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, അവരുടെ നയത്തിന് വ്യത്യസ്തമായി പറഞ്ഞു. കരിമണലിൻ്റെ കാര്യം പറഞ്ഞു. VM സുധീരനും അതുപോലുള്ള നേതാക്കന്മാരുമാണല്ലോ ഇവർക്കെതിരെ പറഞ്ഞത്. അപ്പോൾ എന്ത് വാശി കാണിച്ചിട്ടാണ് ഇപ്പോൾ അത് നടപ്പിലാക്കാനായി നടക്കുന്നത്? ആശാ വർക്കേഴ്സിന് വന്നാൽ അടുത്ത ദിവസം 24,000 കൊടുക്കുന്നില്ലേ പറഞ്ഞേ. ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തില്ല. 3 പ്രാവശ്യം ചർച്ച ചെയ്തു നമ്മുടെ ആരോഗ്യ വകുപ്പ് വന്നത്. ഒരു പ്രാവശ്യം ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഓൺലൈനായിരുന്നു ആ മീറ്റിംഗ്. എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. നമ്മൾ കമ്മീഷൻ വെച്ചു, അത് കൊടുക്കാൻ 2000 രൂപ 2 ഘട്ടമായിട്ട് നമ്മൾ കൊടുത്തു. നമ്മളൊരു കാര്യം പറഞ്ഞു, ആശാ വർക്കേഴ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അംഗൻവാടിയുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, പാചക തൊഴിലാളി, എല്ലാം സ്കീം വർക്കേഴ്സാണ്. 1,00,000 ചില്ലാനും പേരുണ്ട്. അതുകൊണ്ട് ഒരിടത്ത് മാത്രം പറ്റില്ല. ആശാ വർക്കേഴ്സിന് കേന്ദ്ര ഗവൺമെൻറ് 1,500 രൂപ ഇപ്പോഴും കൊടുക്കുന്നുള്ളൂ. നമ്മൾ നവംബർ 1 മുതൽ 1000 കൊടുത്തു, ഏപ്രിൽ 1 മുതൽ 1000 കൊടുത്തു. അത് കിട്ടുന്നുണ്ടല്ലോ, ആ 2000 കിട്ടുന്നുണ്ട്. അംഗൻവാടിക്ക് കൊടുത്തു, പാചക തൊഴിലാളിക്ക് കൊടുത്തു. ഇപ്പോൾ അവർ 3000 ഇവിടെ കൊടുത്തു. 3000 അല്ലല്ലോ പറഞ്ഞത്, ഈ പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി. പക്ഷെ സമരം നടത്തിയ ആളുകൾക്ക് ഇപ്പോൾ പരാതിയില്ലല്ലോ. ഈ സമരമൊക്കെ ആസൂത്രിതമായ കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട. അവർക്കും പരാതിയില്ലല്ലോ. നമുക്കൊരിക്കലും ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് നമ്മളെവിടെയും വാശിപൂർവ്വം കാണിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള പണം തരാതിരിക്കുമ്പോഴും നമ്മൾ പരമാവധി ഇതെല്ലാം മാനേജ് ചെയ്തു പോവുക. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ KSRTC ബസ് പോലുള്ള ബസ്സുണ്ടോ? ഇല്ല, നിർത്തിക്കളഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആളെ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ PSCക്കെതിരെ വലിയ വർത്തമാനം പറയാണല്ലോ. PSC നിയമനം ഉണ്ടോ? കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടുത്തെ സ്കൂളുകൾ പകുതി സ്കൂൾ അടച്ചുകൂട്ടാൻ പോകുന്നു പറഞ്ഞു. മുഖ്യമന്ത്രി കോൺഗ്രസ്സാണ്. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് വലിയ തോതിൽ പണം വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെൻറ്, അതുകൊണ്ട് ഞങ്ങൾ ശമ്പളം 30% കുറച്ചു. ഹിമാചൽ പ്രദേശ്. തൊട്ടപ്പുറം കർണാടകത്തിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മളെക്കാളും സമ്പന്നമായ സ്റ്റേറ്റാണ്. നമ്മളിവിടെ അതൊന്നും അല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വലിയൊരു പുകവറ സൃഷ്ടിക്കുക, എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ളതാണ്. ഇനിയും സ്വകാര്യവൽക്കരണത്തിന്, നമ്മുടെ സ്വകാര്യ മൂലധനത്തിനെതിരെ അല്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയുക, സ്വകാര്യ മൂലധനവും മുഴുവൻ അങ്ങ് സ്വകാര്യവൽക്കരിക്കുന്ന വ്യത്യാസമുണ്ട്. ഈ നാഷണൽ ഹൈവേ മുഴുവൻ നിങ്ങൾ പണിഞ്ഞോ എന്നിട്ട് നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ്. നമ്മുടെ KSRTC മൊത്തം അങ്ങ് വിറവിലേക്ക് വിൽക്കുന്നു, അത് സ്വകാര്യവൽക്കരണമാണ്. പക്ഷെ പല മേഖലയിലും ഇപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആകെയുള്ള 8,000 കോടി രൂപ ചെലവിൽ 1/3 മാത്രമേ കൺസ്ട്രക്ഷനറുടെ ഉള്ളൂ, ഈ അദാനി കമ്പനിയുടെ ഉള്ളൂ. പക്ഷെ അവരെ നമ്മൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്?
നമുക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞാലും തുറമുഖം നടത്താൻ പറ്റില്ല. അതിന് ഒരു എക്സ്പെർട്ടൈസ് വേണം. തുറമുഖം നമ്മളൊരു വലിയ കെട്ടിടം കെട്ടിയിട്ട് പറഞ്ഞാൽ കപ്പൽ വരത്തില്ല. ഇതിനൊക്കെ ഒരു ആ മേഖല ബന്ധമുള്ളവർ വേണം. അതുകൊണ്ടാണ് പരിചയമുള്ളവരെ വിളിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അവരെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഒരു PPP പ്രൊജക്റ്റായിട്ട് കൊണ്ടുവരുന്നത്. പുതിയ പ്രൊജക്റ്റുകൾ പലതും അങ്ങനെ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ ഉള്ളതെല്ലാം എടുത്തിട്ട് വിറ്റ് കളയുക എന്നുള്ളതല്ല. ആ സ്വകാര്യവൽക്കരണത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇത് 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് അന്ന് കൊണ്ടുവന്നതാണ് മാവൂർ ഗ്വാളിയർ ലയൺസ്, തോഷിബ. ഇപ്പോഴും തോഷിബ വലിയ കമ്പനി, അന്ന് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഗവൺമെന്റുകളൊക്കെ, അതിനുശേഷം വന്ന ഗവൺമെന്റുകളും സ്വകാര്യ മേഖലയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരണം. അതിന് നമുക്ക് യാതൊരു തർക്കവുമില്ല. സ്വകാര്യ മേഖല നല്ലതുപോലെ വന്നാലേ നമ്മുടെ മേഖലയിൽ ഇഷ്ടംപോലെ മൂലധനം മുടക്കാവുന്ന ആളുകളുണ്ട്. അവർ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് അവർക്കത് നടത്തിക്കൊണ്ടു പോകാനുള്ള മിച്ചമൊക്കെ കിട്ടും. അതൊന്നും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇവിടെ അതല്ല, ഏറ്റവും റയറായ കാര്യങ്ങളങ്ങ് ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന, ലാഭത്തിൽ ഓടുന്ന സ്ഥാപനം കൊടുക്കുക എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എത്ര സ്ഥാപനങ്ങൾ അവർ വിൽക്കാനായിട്ട് അവർ ആലോചിച്ചേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് വളർത്തി ഈ ഒരു പശ്ചാത്തലം ഉണ്ടാക്കി കേരളം തകരാൻ പോവാണ്, ഞങ്ങൾ ഇത് പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രമിച്ചത്. നിയമസഭ തുടങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ചത്, നിയമസഭയിൽ വാസ്തവത്തിലൊരു പുതിയ ഗവൺമെൻറ് വന്നതാണ്. 1 മാസം 2 മാസം 3 മാസം ഇവർ പിന്നെ അപ്പോഴൊന്നും തർക്കവും സമരമൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നാടൻ ഭാഷ പറഞ്ഞാൽ ഹണിമൂണാണ്. ഹണിമൂൺ സമയത്ത് ഇവർ ചെയ്യുന്നതെല്ലാം നല്ലതായിട്ട് എല്ലാവർക്കും തോന്നും, അവർക്കും തോന്നും. പക്ഷേ ഹണിമൂൺ സമയത്ത് തന്നെ ഇപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ കയറി എങ്ങനെ ഇടപെടാതിരിക്കും? നമ്മളാണോ പറഞ്ഞത് ഇത് കേരളമാണ്, ഇതെന്താ ഗുജറാത്താണോ, ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ, അദാനിക്ക് എന്ത് തോന്നിയാസം കാണിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചത് ആരാ? അവരുടെ വീട്ടിൽ നിന്ന് തന്നെ, KC വേണുഗോപാല അല്ലേ? എന്തിനാണ് രഹസ്യമായിട്ട് അവിടോട്ട് പോയെന്ന് പിന്നെ പരസ്യമായിട്ട് രഹസ്യമായിട്ട് എവിടെ? ഈ മുഖ്യമന്ത്രി കഥയ്ക്ക് പ്രത്യേക വിമാനത്തിൽ പോയെന്ന് ചോദിക്കുന്നവരല്ലേ? ബെവറേസിന്റെ കാര്യത്തിൽ എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, എക്സൈസ് വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആരാ? എക്സൈസ് വകുപ്പ് മന്ത്രിയാ. VM സുധീരൻ പഴയ നേതാവെന്ന നിലയിൽ കത്തയച്ചത് മാത്രമല്ല, മന്ത്രിമാർക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് നിയമസഭ തുടങ്ങിയപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചു. അതിന്റെ പേര് അവർ ക്ഷോഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 1 അല്ല 2 അല്ല 2 3 കേസ് വന്നല്ലോ. ധവളപത്രത്തിനകത്ത് ഒന്നുമില്ലാന്ന് തെളിഞ്ഞു. അപ്പോൾ അതിന്റെ നിരാശ. ബഡ്ജറ്റ് കൊണ്ടതിനകത്ത് ഈ പറഞ്ഞ തരത്തിലേക്കുള്ള പല വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ, അതിനകത്ത് മദ്യത്തിന്റെ, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ, വിവാദം, ഏറ്റവും ഒടുവിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനകത്ത് 3 പണമേ അവർ മുടക്കിയിട്ടുള്ളൂ. 2000 ചില്ലാനം കോടിയാണ് മുടക്കിയത്. അതിന്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ 22,000 കോടിയൊക്കെയാണ് അതാ പറയുന്നത്. അതിനകത്ത് 49% വിൽക്കാൻ തീരുമാനിച്ചു. 13,000 കോടി, 2,000 കോടി മുടക്കി 2 വർഷം ആവുന്നതിന് മുമ്പ് അതിൻ്റെ പകുതിയിലധികം കൈ വെച്ചിട്ട് ബാക്കി പകുതി വിൽക്കുന്നത് 13,000 കോടിക്ക്. അപ്പോൾ ലാഭം എത്രയായി? 2,000 മൈനസ് 22,000, 26,000. 26,000 13,000 അവിടുന്ന് കിട്ടും, ബാക്കി കയ്യിരിപ്പുണ്ട്. ആയിക്കോട്ടെ, ലാഭം കണക്കൊക്കെ ബിസിനസ്സാണ്. ഈ സംസ്ഥാനമാണ് 63% ചെലവാക്കിയത്. ഇപ്പോഴും കിടന്ന് ഞാനാണോ ധനകാര്യമന്ത്രി, ഇപ്പോൾ VD സതീശനാണോ, തോമസ് ഐസക്കാണോ മുമ്പ്, പിണറായി ആണോ മുഖ്യമന്ത്രി, VD സതീശനാണോ മുഖ്യമന്ത്രി? നല്ല പ്രശ്നം. കേരളത്തിൻ്റെ ഒരു ആകെ അസറ്റിൻ്റെ പ്രശ്നമാണ്, സ്വത്തിൻ്റെ പ്രശ്നമല്ലേ. കേരളം ഇതെല്ലാം ചെയ്തതിന് കേരളത്തിന് എന്തെങ്കിലും അതിന് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അതൊരു സാമ്പത്തിക വശം. പക്ഷെ ഇത് വിൽക്കുമ്പോൾ നമ്മളെന്താ ഇതിനൊരു കാര്യം പറഞ്ഞ് 2-3 കാര്യങ്ങൾ അതിൽ പ്രധാനമുണ്ട്. എഗ്രിമെന്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ഷെയർ വിൽക്കുമ്പോൾ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്നും അതിനകത്തുണ്ട്. പ്രയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി മാത്രമേ വിൽക്കാവുള്ളൂ. അങ്ങനെ അതോറിറ്റിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ ഇത് വിൽക്കുന്നതിനെ പറ്റി ഒരു സ്റ്റെപ്പ് എടുക്കാവുള്ളൂ. ഇത് സെബി, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കച്ചവടങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള ധനകാര്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സെബി. ആ സെബിക്ക് ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തു, ഞങ്ങളിങ്ങനെ വിൽക്കാൻ പോവാണെന്ന്. അനുമതി ഇല്ലാതെ കൊടുക്കുമോ? ഇൻഫോർമലായിട്ടെങ്കിലും ഔദ്യോഗികമായിട്ടല്ലെങ്കിലും നിങ്ങൾ ചെയ്തോ, ഞാൻ ശരിയാക്കാവുന്ന ഒരു ഉറപ്പ് തരാതെ കൊടുക്കുമോ? പിണറായി ഇരുന്നപ്പോൾ അങ്ങനെ ഉറപ്പ് കൊടുത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ കൊടുക്കുന്നത്. ചെറിയ കളിയല്ല ഇത്. അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ചില കണ്ടീഷൻസ്. നമ്മുടെ ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകത, എല്ലാ കപ്പലുകളും എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ആകെ ബിസിനസ്സിൻ്റെ 50%-ലധികവും നടക്കുന്നത്, 50-60% നടക്കുന്നത് ചൈന, ജപ്പാൻ, കൊറിയ, ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തായ്ലൻഡ്, തായ്വാന്, ഇവിടെ നിന്നുള്ള കപ്പലുകൾ പോകുന്ന ഇന്റർനാഷണൽ റൂട്ടാണ് ഇത്. ഇവിടുന്ന് ഇങ്ങനെ ഈ റൂട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഭൂപടത്തിൽ നേരെ യൂറോപ്പ്, അമേരിക്ക വരെ പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ ഓട്ടോറിക്ഷ അടുപ്പിക്കുന്ന പോലെ തൊട്ടടുത്ത് കൊണ്ട് അടുപ്പിക്കാവുന്ന ഒരൊറ്റ തുറമുഖമേ ഉള്ളൂ, അത് വിഴിഞ്ഞതാണ്. ബാക്കിയൊക്കെ പോകണമെങ്കിൽ 60-60-100 കിലോമീറ്റർ പോകണം. അത്രയും നല്ല തുറമുഖം. ഈ തുറമുഖത്ത് ഈ പറഞ്ഞ ഒരു കമ്പനി അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ അവരാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയൊരു ട്രേഡറാണ്, ഈ ബിസിനസ്സുകാരാണ് ഇതിൻ്റെ തുറമുഖത്തിൻ്റെ. അവരുടെ മാത്രം ഈ സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്
ഇന്ന കമ്പനിയുടെ മാത്രമേ ഇവിടെ കയറ്റാവുള്ളൂ, ബാക്കി ബസ്സൊന്നും ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്ന് പറയുന്ന പോലെ ഇല്ലേ? ബസ് സ്റ്റാൻഡ് മൊത്തം ഞാൻ മേടിച്ചു, എൻ്റെ ബസ് ഇവിടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കല്ലേ യാത്രക്കാരെ കിട്ടുമോ? നിങ്ങളുടെ ബസ്സൊക്കെ അവിടെ കയറ്റാൻ പറ്റുമോ? നിങ്ങൾ ബസ് വിൽക്കേണ്ടി വരും. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഇങ്ങനെ ചിന്തിച്ചാൽ അപ്പോൾ ഈ ഒരു മൊണോപ്പൊളി, ഈ ഒരു കമ്പനിയുടെ മാത്രം കയ്യിൽ മൊണോപ്പൊളി ആവരുത്. റേറ്റ് നിശ്ചയിക്കുന്നതിന് ഈ പ്രശ്നം വരും. എൻ്റെ കപ്പലിന് 100 രൂപ, മറ്റ് കപ്പലുകൾ വന്നാൽ 300 രൂപ മേടിക്കാമല്ലോ. ഇങ്ങനെയൊക്കെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്, കുത്തക. ഈ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. ഇത്രയും ഗൗരവമായ കാര്യം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന് 1 മാസം 1.5 മാസമായി ഈ കാര്യമൊക്കെ വന്നിട്ട് ഇത് എന്ത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ പോയിട്ട് വിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് പേപ്പറോടെ കൊടുക്കുന്നത്? ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നാടിനോടുള്ള വെല്ലുവിളിയാണ്. ഇപ്പം ബേക്കൽ ഫോർട്ടും നിങ്ങളുടെ ഈ മേഖലയിലെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണല്ലോ ബേക്കൽ ഫോർട്ടൊക്കെ. 500 കൊല്ലത്തിനകത്താവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1000 വർഷമോ 2000 വർഷത്തേക്കോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ഈ വിഴിഞ്ഞം. കാരണം തുറമുഖങ്ങളുള്ളിടത്ത് തന്നെയാണ് വലിയ നഗരങ്ങളൊക്കെ വികസിക്കുന്നത്. ഇപ്പം ബേക്കലും ഇതുപോലുള്ള ഫോർട്ടും ചരിത്രമൊക്കെ നമ്മൾ പറയുന്നത് അത്രയ്ക്കും ചരിത്രമുണ്ട്. ഇതേപോലെ അത്രയും പ്രാധാന്യമുള്ള സ്ഥലം നിയമമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത്. ഏകപക്ഷീയമായിട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഇത് നിയമമനുസരിച്ച് എല്ലാം പരിശോധിച്ചേ ചെയ്യുമെന്നാണ് സതീശൻ പറയുന്നത്. എല്ലാം നിയമമനുസരിച്ച് ചെയ്യും, അതിൻ്റെ വിവിധ കമ്മിറ്റികൾ പരിശോധിക്കുന്നുണ്ട്. ശരിയാ, 3 സെക്രട്ടറിമാരെ ഗവൺമെൻറ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി, ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി. 3 സെക്രട്ടറിമാരെ ഇറക്കിയാൽ നിയമവകുപ്പ് നോക്കണം, എന്തായാലും നിയമത്തിൻ്റെ കാര്യമല്ലേ. ധനകാര്യ വകുപ്പ് ധനകാര്യ കാര്യത്തിൽ നോക്കണമല്ലോ. പിന്നെ തുറമുഖമായുള്ള തുറമുഖ വകുപ്പ് നോക്കണമല്ലോ. ഇതിൻ്റെ മന്ത്രിമാരെ നോക്കും. ആരാ ഇത് 3? നിയമവകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, ഈ 3 സെക്രട്ടറിമാരെ നോക്കും. ആരാ ഇതിന് 3 മന്ത്രി? നിയമവകുപ്പ് മന്ത്രി ശ്രീ സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശൻ, പിന്നെ തുറമുഖ മന്ത്രി സതീശൻ മേനോൻ. ഇതെല്ലാം വന്ന് പരാതി കൊണ്ട് ആരുടെ അടുത്താ? മുഖ്യമന്ത്രിയുടെ അടുത്ത്. അത് വിനായക അദ്ദേഹത്തിൻ്റെ പിന്നെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ മുഖ്യമന്ത്രി. ഇതാണ് സിസ്റ്റം. അപ്പൊ ഇതിനെപ്പറ്റി ആരോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പഴയ മുഖ്യമന്ത്രി പിണറായിക്കും ധാരാളം വകുപ്പുണ്ടായിരുന്നല്ലോ. എല്ലാ മുഖ്യമന്ത്രിമാർക്കും ധാരാളം വകുപ്പുണ്ട്. കാരണം ഏതെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാത്ത മുഴുവൻ വകുപ്പും മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കുക. അങ്ങനെയാണ് എൻ്റെ നിയമം. അത് ചിലത് ചെറിയ വകുപ്പുകളായിരിക്കും, വലിയ മേജർ വകുപ്പുകളൊക്കെ അങ്ങനെ കൊടുക്കും, അത്രയും കാണും. ഈ ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുക എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാര്യം ഈ വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരാളുകൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ താല്പര്യം? ഞാനൊന്നും പറയുന്നില്ല. ഉണ്ടല്ലോ ഇന്നലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പഴയ MP ആണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളാണ്. ഒരു പൊതുപ്രവർത്തകൻ ഈ കാര്യം ചോദിക്കാമല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ വല്ലതൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ആരെ വരട്ടുന്നത്? ഞാൻ പറഞ്ഞത് ഈ ഭരണം ഇങ്ങോട്ട് വന്ന് 2 മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളോടൊക്കെ എടുക്കുന്ന സമീപനമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പം തന്നെ വന്നിരിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി എത്ര കാര്യം തെറ്റായിട്ടാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ ക്ഷീണത്തിൽ തന്നെയാണ് മാനസികമായി. നമ്മുടെ സേവകർക്ക് ഇത്രയും ഒരു പരാജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചല്ല. വേണ്ടത്ര ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയില്ല. അവരുടെ തെറ്റായ പൊളിറ്റിക്സിനെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് എന്നുള്ളതും ആ പോരായ്മ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റുന്നത്. നമ്മുടെ പൊതുവിൽ നമ്മുടെ പ്രസ്ഥാനം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ വെള്ളം ചേർക്കുന്നവരല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കണം. അല്ല, അങ്ങനെ വെള്ളം ചേർക്കുന്നവരല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളൊരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം. പക്ഷേ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേരെ അതിശക്തമായ ആക്രമണം നടക്കുന്ന ഒരു ഘട്ടമാണിത്. പക്ഷേ ഇടതുപക്ഷത്തിന് ആത്യന്തികമായി മനുഷ്യന് നിലനിന്നേ പറ്റൂ. ഇപ്പം പുതിയ ടെക്നോളജി വരുന്നു, AI ടെക്നോളജി വരുന്നു, മറ്റു ടെക്നോളജി വരുന്നു. 800 പേരെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം വലിയ ജോലിക്കാരായിരുന്നു എറണാകുളത്ത് പിരിച്ചുവിട്ടില്ലേ? ഇവിടുന്ന് എത്ര ചെറുപ്പക്കാരാ ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യുന്നത്? ഒരു ദിവസം വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞാൽ വീട്ടിൽ പോകാന്നുള്ള തരത്തിലേക്കാണല്ലോ പുതിയ തൊഴിൽ നിയമങ്ങൾ. ഒരു കാര്യത്തിനും ഉറപ്പില്ല, വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല, ജോലിയുടെ കാര്യത്തിൽ ഉറപ്പില്ല. പുതിയ സാങ്കേതികവിദ്യ വരും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി അധ്യാപകർക്ക് ഉൾപ്പെടെ ജോലി കിട്ടാതെ വരും. വക്കീലന്മാർക്ക് ലിമിറ്റഡ് ആയിട്ട് ജോലി ബാധിക്കും. എന്താ പറയുക, ഏറ്റവും ടെക്നിക്കൽ ജോലികളെ പോലും ബാധിക്കും. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള പഴയ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന നടപടി എടുക്കുമെന്ന്. കാരണം കോടതി വാദിക്കുമ്പോൾ ഈ പഴയ കേസുകളുടെ ജഡ്ജ്മെന്റ് സൈറ്റേഷനൊക്കെ വേണം. അപ്പോൾ ഈ AI ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1996 കേരള ഹൈക്കോടതിയിൽ ഇങ്ങനൊരു വിധി ഉണ്ടായിന്ന് ഈ AI തന്നെ ഒരു സാധനം ഉണ്ടാക്കുക. എന്നിട്ട് വക്കീലന്മാർ സൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കേസില്ല. അപ്പോൾ ഈ ടെക്നോളജി തെറ്റായി ഉപയോഗിക്കുന്നതിൻ്റെയാണ് സുപ്രീം കോടതി പറഞ്ഞത്.
ടെക്നോളജി ഉപയോഗിക്കുന്നതിന് ഭാഗമായി വലിയ തോതിൽ തൊഴിൽ നഷ്ടം ഇനിയും വരാം. പ്രത്യേകിച്ചും IT രംഗത്തൊക്കെ വലിയ തൊഴിൽ നഷ്ടം വരുമെന്ന് പറയുന്നത്. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു, കണ്ടുപിടുത്തങ്ങൾ വരുന്നു, ലാഭം കുറച്ചു പേർ കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ളവർ പട്ടിണി കിടന്ന് മരിക്കണോ? ഈ ടെക്നോളജിയും ഡെവലപ്മെന്റും മഹാഭൂരിപക്ഷം ആളുകൾക്കും കൂടി കിട്ടേണ്ടതാണ്, സമൂഹത്തിന് കിട്ടേണ്ടതാണ്. സമൂഹത്തിന് ഈ ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നതാണ് ഇടതുപക്ഷം. ഇത് കുറച്ചു പേർക്ക് മാത്രം എടുക്കാവുന്നതാണ് എന്ന് പറയുന്നതാണ് വലതുപക്ഷം. ഈ രാഷ്ട്രീയ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാലം വരുന്നത്. പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയും പത്രങ്ങളും എല്ലാം കൂടി നമ്മളെ ക്യാമ്പയിൻ ചെയ്ത് അങ്ങ് ഇല്ലാതാക്കുന്ന ആക്രമണം നടക്കുകയാണ്. മറുവശത്ത് ഈ കാര്യം നടക്കുന്നു. ലോകത്ത് എവിടെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒരു ഫുട്ബോൾ കളിക്കാരനും കാണിച്ച് ചുവപ്പ് കാർഡ് കീറി കളഞ്ഞിട്ട് അയാളെ കളിപ്പിച്ചിട്ടുണ്ടോ? കളി ദിവസം കാണുന്നുണ്ടല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ചുവപ്പ് കാർഡ് ഫുട്ബോളിനകത്ത് വരെ. ഇപ്പൊ ഇന്നലെ വീണ്ടും ഇറാനെ ബോംബിട്ടേക്കുന്നു. എല്ലാം തീർന്നു, ഒത്തീർപ്പായി എന്ന് പറഞ്ഞ എല്ലാവരും ഒക്കെ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞിരുന്നതാ. എന്തും ചെയ്യാം ലോകത്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്ക് നടക്കുകയാണ്. അത് അവിടെ നടത്തുന്നതിന്റെ ചെറിയ രൂപത്തിലല്ല, ഏകദേശം അതേപോലെ തന്നെ നടത്തുന്ന ആളാണ് മോഡി. ഈ മോഡിയോട് ഒരു അക്ഷരം പറയാതെ, അല്ലെങ്കിൽ BJPയുടെ ഒരു അക്ഷരം പറയാതെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ. ഈ രാഷ്ട്രീയ പ്രശ്നം ചെറിയ പ്രശ്നമല്ല. അതെങ്ങനെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് പഠനകാര്യത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ചെറിയ സാമ്പിളാണ് ഈ കേരളത്തിലെ ബഡ്ജറ്റും ഇവരുടെ കാമ്യനൊക്കെ. അത് ചെറിയ സാമ്പിൾ എന്ന് ഞാൻ പറയും, കാരണം അതിനപ്പുറം നടത്താനിരിക്കുകയാണ്. ആ പൊളിറ്റിക്സ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അവിടെയാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് സതീശനും കൂട്ടാളികളും പറഞ്ഞാൽ അബദ്ധവശാൽ വിശ്വസിച്ചു പോകുന്ന സമൂഹം ഉണ്ടല്ലോ. അവിടെ എന്താണ് സതീശൻ, എന്താണ് കോൺഗ്രസ്, എന്താണ് BJPയും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം, എന്താണ് മുസ്ലിം ലീഗിന്റെ ഇക്കാര്യത്തിനകത്തുള്ള രാഷ്ട്രീയം എന്ന നല്ലതുപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുന്നതിന് ഇത്തരം ഓരോ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാക്കളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.